കഥ തുടരുന്നു. സോഷ്യൽ മീഡിയയിൽ SI ജെയിംസിന്റെ സസ്പെൻഷനും റിമാൻഡും ആഘോഷമായി. ഒരു ദിവസം കൂടി കഴിഞ്ഞു. അയാളുടെ ഭാര്യയും കുട്ടികളും എവിടെയെന്ന് ഇതുവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഷെറിന്റെ പപ്പയും മമ്മിയും നാൽക്കാലിക്കലെ അവരുടെ വാടക വീട്ടിൽ തന്നെ കഴിയുകയാണ്. അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നതുപോലെ ജെയിംസിന്റെ ഭാര്യയും മക്കളും എവിടേക്ക് പോയി? മൂന്നാം ദിവസം നാൽക്കാലിക്കൽ പാലത്തിന് അരികിൽ ചൂണ്ടയിടാൻ പോയ കുട്ടികളാണ് ആദ്യം കണ്ടത്. പാലത്തിന് താഴെയുള്ള ആഴമേറിയ തോട്ടിൽ ഒരു പെൺകുട്ടിയുടെ പുഴുത്തുവീർത്ത ശരീരം. കുട്ടികൾ നിലവിളിച്ചുകൊണ്ട് ഓടി. വാർത്തയറിഞ്ഞ് ജനങ്ങൾ പാഞ്ഞെത്തി. ആരോ പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് കുതിച്ചെത്തി. പിന്നെ തോട്ടിൽ താഴേക്ക് തിരച്ചിലായി. അധികം വൈകാതെ ഷെറിൻ്റെയും ആൺകുട്ടിയുടെയും ജഡങ്ങൾ കൂടി കിട്ടി. സക്രിയാസും സ്റ്റെല്ലയും നെഞ്ചത്തടിച്ചു വിലപിച്ചു. കോടതി ശിക്ഷിച്ചാലും ഇല്ലെങ്കിലും അവനെ ഞാൻ തീർക്കും. സക്രിയാസിന്റെ പല്ലുകൾക്കിടയിൽ വാക്കുകൾ ഞെരിഞ്ഞു. വിവരമറിഞ്ഞ് പിങ്ക് പോലീസിന്റെ ടൊയോട്ട കാറും പാഞ്ഞെത്തി. അതിൽ നിന്ന് SI വിജയും വനിതാ പോലീസുകാരും ഇറങ്ങി. കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടപ്പോൾ തൻ്റെ നെഞ്ചു പിളരുന്നതുപോലെ തോന്നി വിജയ്ക്ക്. പോലീസ് നടപടികൾ പൂർത്തിയാക്കി. ജഡങ്ങൾ ആംബുലൻസിൽ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. വൈകിട്ട് ജെയിംസിനെ ഒന്ന് കാണിക്കുക പോലും ചെയ്യാതെ സക്രിയാസ് മക്കളുടെയും പേരക്കുട്ടികളുടെയും വെള്ളയിൽ പൊതിഞ്ഞ ശരീരങ്ങൾ കാഞ്ഞിരപ്പള്ളിക്കും കൊണ്ടുപോയി. പത്തനംതിട്ട ജില്ലയിൽ സൂപ്രണ്ടിൽ നിന്നാണ് ജെയിംസ് വാർത്തയറിഞ്ഞത്. ഇടിമിന്നൽ ഏറ്റതുപോലെ അയാൾ തരിച്ചിരുന്നു. പിന്നെ കണ്ണുകളിൽ നിന്ന് 2 ഉറവകൾ രൂപം കൊണ്ടു. സൂപ്രണ്ട് ജെയിംസിന്റെ തോളിൽ കൈവച്ചു. താൻ നിരപരാധിയാണെന്ന് എനിക്കറിയാം ജെയിംസെ, പക്ഷേ സാക്ഷിമൊഴികളും മെഡിക്കൽ റിപ്പോർട്ടുമടക്കം തനിക്ക് എതിരായിപ്പോയി. ജെയിംസിന്റെ കണ്ണീർ ചുട്ടുപഴുത്തു. എതിരായതല്ല സാർ, എതിരാക്കിയതാണ്. നമ്മുടെ കൂട്ടത്തിലുള്ളവർ പോലും അതിന് പിന്നിലുണ്ട്. എന്നാലും അവളെയും കുഞ്ഞുങ്ങളെയും എനിക്ക് അവസാനമായി ഒന്ന് കാണാൻ പോലും കഴിഞ്ഞില്ലല്ലോ സാർ. അയാളുടെ തേങ്ങലിന് ശക്തി കൂടി. ദിവസങ്ങൾ ചിലത് കഴിഞ്ഞു. തന്നെ ജീപ്പ് പിടിച്ച് വീഴ്ത്തിയത് കരടി വാസുവാണെന്ന് വാസുദേവൻ പോലീസിൽ മൊഴി നൽകിയെങ്കിലും കാര്യമായ പ്രയോജനം ഉണ്ടായില്ല. വിജയ പോലീസിലായിരുന്നിട്ട് കൂടി. വാസുദേവൻ ഹോസ്പിറ്റൽ വിട്ടിരുന്നു. കരടി വാസു മാത്രം ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. മകനെ കണ്ട ശേഷം ഒരു ഓട്ടോയിൽ അമ്മിണി വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് മുൻ ആഭ്യന്തരമന്ത്രി രാജസേനന്റെ ഫോൺ കോൾ. എന്താണ് സാറേ? അമ്മിണി വേഗം അറ്റൻഡ് ചെയ്തു. നമ്മൾ തീരുമാനിച്ച കാര്യം ഇതുവരെ നടന്നിട്ടില്ലല്ലോ അമ്മിണി. കൂടുതൽ താമസിച്ചാൽ എൻ്റെ കസേരയിൽ വേറെ ആൾ കയറിയിരിക്കും, നിനക്കറിയാമല്ലോ. അമ്മിണി ഏറ്റ കാര്യം നടത്തിയിരിക്കും സാറേ. ഒറ്റ ദിവസത്തേക്ക് കൂടി ഒന്ന് ക്ഷമിക്കും സാറേ. രാജസേനന്റെ കനത്ത മോളൽ ഫോണിലൂടെ അമ്മിണിയുടെ കാതിൽ വീണു. സുരേഷേ, വണ്ടി നേരെ പത്തനംതിട്ടയ്ക്ക് വിട്ടോ, അമ്മിണി ഓട്ടോ ഡ്രൈവറോട് പറഞ്ഞു. തെക്കേമലയിൽ നിന്ന് ഓട്ടോ നേരെ പാഞ്ഞു. പ്രസീതയുടെ വീട്. ആനന്ദ്രാജിന്റെ അടുത്ത് ഇരിക്കുകയാണ് അവൾ. കയ്യിലുള്ള രൂപം മുഴുവൻ തീർന്നിരിക്കുന്നു. കാതിൽ അവശേഷിച്ച അരപ്പവന്റെ കമ്മൽ അവൾ തൂക്കി വിറ്റു. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മളിനി എന്തു ചെയ്യും? സർവ്വ ആശ്രയവും തകർന്നവനെ പോലെ ആനന്ദ്രാജ് അവളെ നോക്കി. ഒന്നും ചെയ്യാനില്ല എന്നറിയാം പ്രസീതയ്ക്ക്. എങ്കിലും ഭർത്താവിനെ അവൾ നിരാശപ്പെടുത്തിയില്ല. എന്തെങ്കിലും ഒരു വഴി ദൈവം കാട്ടിത്തരാതിരിക്കില്ല രാജേട്ടാ. ചേട്ടൻ വിഷമിക്കാതിരുന്നാൽ മതി. ആനന്ദ്രാജ് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ആ നേരത്താണ് മുറ്റത്ത് ഓട്ടോ വന്നു നിന്നത്. ഞാൻ നോക്കാം. പ്രസീത എഴുന്നേറ്റ് വാതിൽക്കലെത്തി. ഓട്ടോയിൽ നിന്ന് അമ്മിണി ഇറങ്ങി. അവളെ അടിമുടി നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. പ്രസീതയ്ക്ക് അമ്മിണിയെ മനസ്സിലായില്ല. എങ്കിലും അവൾ മുഖത്ത് നേരിയ പുഞ്ചിരി വരുത്തി. ആരാ? എൻ്റെ പേര് അമ്മിണി. തെക്കേമലയിലാണ് വീട്. അമ്മിണി സിറ്റൗട്ടിലേക്ക് കയറി. പ്രസീതയുടെ ഉള്ളിൽ സംശയത്തിൻ്റെ നിഴൽ വീണു. അമ്മിണിയെയും SI ജെയിംസിനെയും ചേർത്ത് വാർത്തകൾ വന്നതും തുടർന്നുണ്ടായ സംഭവങ്ങൾ പത്രത്തിൽ വായിച്ചതും പ്രസീത പെട്ടെന്ന് ഓർത്തു. വീട്ടിൽ ഒരതിഥി വന്നാൽ അകത്തേക്ക് ക്ഷണിക്കണ്ടേ പ്രസീതയെ? എവിടെ നിന്റെ ഭർത്താവ്? സുഖമില്ലാതിരിക്കുകയാണെന്ന് അറിഞ്ഞു. അമ്മിണിയുടെ പെരുമാറ്റവും സംസാര രീതിയും ഒന്നും പ്രസീതയ്ക്ക് ഒട്ടും ഇഷ്ടമായില്ല. എങ്കിലും പറഞ്ഞു, അകത്തേക്ക് വരൂ. പ്രസീതയ്ക്ക് പിന്നാലെ അമ്മിണിയും അകത്തേക്ക് കയറി. സ്വാതന്ത്ര്യത്തോടെ അമ്മിണി പ്രസീതയെ കടന്ന് ആനന്ദ്രാജ് കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു. അയ്യോ, ഇവന് ഒട്ടും നടക്കാൻ പോലും പറ്റത്തില്ലേ? അമ്മിണി മൂക്കത്ത് വിരൽ വെച്ചു. ആനന്ദ്രാജ് അവരെ പകച്ചു നോക്കി. ആരാ? അതൊക്കെ പിന്നെ പറയാമടാ. എന്നാലും നിന്റെ അവസ്ഥയെ ഈ നില കണ്ടിട്ട് എഴുന്നേറ്റ് നടക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അമ്മിണിക്ക് പിന്നാലെ വന്ന പ്രസീതയ്ക്ക് അത് കേട്ട് പെരുത്ത് കയറി. നിങ്ങൾ വന്നത് എന്തിനാണോ അത് പറഞ്ഞിട്ട് പോ. സുഖമില്ലാത്ത ഒരാളിനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അമ്മിണി തോളിന് മുകളിലൂടെ തലത്തിരിച്ച് പ്രസീതയൊന്ന് നോക്കി. എന്ത് ചെയ്യാനാ കൊച്ചേ? മനസ്സിൽ ഒന്ന് വച്ചുകൊണ്ട് മറ്റൊന്ന് പറയാൻ എനിക്കറിയത്തില്ല. അതുകൊണ്ട് പലർക്കും എന്നോട് ദേഷ്യവുമുണ്ട്. അതെ. പ്രസീത ആനന്ദ്രാജിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. എന്താ? എവിടെ വെച്ചാ പറയേണ്ടത് എന്നറിയാത്തതിൻ്റെ കുഴപ്പമാ? ആയിരിക്കാം. അമ്മിണി ഇടുപ്പിൽ കൈകുത്തി നിന്നു. ശീലമായി പോയി. ഇനിയിപ്പോൾ അത് തിരുത്താനൊന്നും എന്നെക്കൊണ്ട് കഴിയത്തില്ല. അവൾ ആനന്ദ്രാജിനെ നോക്കി. അല്ലയോടോ ചെറുക്കാ? ആനന്ദ്രാജ് മിണ്ടിയില്ല. എന്നാൽ പ്രസീത പറഞ്ഞു, ഇദ്ദേഹത്തിന് വിശ്രമം ആവശ്യമാണ്, ശരീരത്തിന് മാത്രമല്ല മനസ്സിനും. അതുകൊണ്ട് വന്ന കാര്യം പറഞ്ഞാൽ കൊള്ളാം. അമ്മിണി ഒരു പ്രത്യേക ഭാവത്തിൽ പ്രസീതയെ അടിമുടി ശ്രദ്ധിച്ചു. എന്നാലും ഇത്രയും ചെറുപ്പത്തിൽ നിന്റെ അവസ്ഥയെ? പ്രസീതയുടെ മുഖം ചുവന്നു. നിങ്ങൾ വന്ന കാര്യം പറയണം. അമ്മിണി ചിരിച്ചു. ശേഷം ഒരു കസേര വലിച്ചിട്ടിരുന്നു. നിങ്ങൾക്ക് ഞാനൊരു 5 ലക്ഷം രൂപ തരും. ഈ സമയത്ത് അത് നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്യും. ശരിയല്ലേ?
പ്രസീതയുടെ കണ്ണുകൾ കൂർത്തു. എന്തിനാ പണം തരുന്നത്? നിങ്ങളെൻ്റെ ബന്ധുവൊന്നും അല്ലല്ലോ. അമ്മിണി തലയാട്ടി. ശരി തന്നെ, പക്ഷേ ബന്ധുക്കളെ മാത്രമേ സഹായിക്കൂ എന്ന് നിയമമൊന്നുമില്ലല്ലോ. അതില്ല, എന്നാലും വെറുതെ കിട്ടുന്ന പണമൊന്നും ഞങ്ങൾക്ക് വേണ്ട. അമ്മിണിയുടെ ചുണ്ടിൻകോണിൽ ഒരു പരിഹാസഭാവം മിന്നി. അതിന് വെറുതെ തരുന്നതാണെന്ന് ആര് പറഞ്ഞു? പിന്നെ? പ്രസീത അവരെ തുറച്ചു നോക്കി. അതായത്, അമ്മിണി കസേരയിൽ മുന്നോട്ട് ആഞ്ഞിരുന്നു. നീ ചിലരോട് ചിലത് പറയണം, അത്രമാത്രം. ആരോടാ? എന്തു പറയണമെന്ന്? പറയേണ്ടത് പോലീസിനോടും പത്രക്കാരോടും. രാഹുലിൻ്റെ വിഷയത്തിൽ അവൻ നിരപരാധിയാണെന്നും അവൻ്റെ മേൽ നിനക്ക് പരാതിയില്ലെന്നും കോളേജിൽ ഒന്നിച്ച് പഠിച്ചതിൻ്റെ സ്വാതന്ത്ര്യത്തിന് നീ അവൻ്റെ കാറിൽ കയറിയതാണെന്നും അതല്ലെങ്കിൽ രാഹുൽ പറഞ്ഞതുപോലെ വഴിയിൽ ബോധം കെട്ടുവീണ നിന്നെ അവൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നെന്നും പറഞ്ഞാലും മതി. സംഗതിയുടെ ഏകദേശ രൂപം പ്രസീതയ്ക്ക് മനസ്സിലായി. ഭീഷണി കൊണ്ട് നടക്കില്ലെന്ന് കണ്ടപ്പോൾ അന്യായത്തിൻ്റെ ഭാഷ്യം. നിങ്ങൾ എഴുന്നേൽക്കണം, അവൾ കഴിച്ചുകൊണ്ടി. കൊച്ചേ, അമ്മണി കുതിച്ചെഴുന്നേറ്റു. എൻ്റെ ഈ മുഖമേ നീ കണ്ടിട്ടുള്ളൂ. ഇനി എനിക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്. അത് ഭയങ്കര ചീത്തയാ. അതുകൊണ്ടാണ് SI പോലും അകത്ത് കിടക്കുന്നത്. സൗമ്യ സംഭാഷണം കഴിഞ്ഞു. ഇനി എൻ്റെ രണ്ടാമത്തെ ഭാവം. പറഞ്ഞത് മുന്നോട്ട് കുതിച്ചു അമ്മണി. ഒറ്റയടി. പ്രസീത നിലവിളിയോടെ ആനന്ദരാജിൻ്റെ ശരീരത്തിലേക്ക് വീണു. ഏയ്! ആനന്ദരാജ് ശബ്ദമുയർത്തി. നീ മിണ്ടരുത്. അമ്മണി നിന്ന് ജ്വലിച്ചു. വിഷമവും കോപവും ഒന്നിച്ചുണ്ടായി പ്രസീതയ്ക്ക്. ഒരു ചീറ്റപ്പുലി കണക്കെ അവൾ ചാടി എഴുന്നേറ്റു. എടി! പക്ഷേ അമ്മണി പതറിയില്ല. ഇടുപ്പിൽ നിന്ന് ഒരു കടാര അവൾ വലിച്ചെടുത്തു. അനങ്ങരുത് നീ. അമ്മണിക്ക് നേരെ കുതിക്കാനഞ്ഞ പ്രസീത പെട്ടെന്ന് ഒരു അദൃശ്യ ഭിത്തിയിൽ മുട്ടിയതുപോലെ നിന്നു. അമ്മണി തുടർന്നു. നിന്റെ രണ്ടിൻ്റെയും കുരവള്ളി അറുത്തുമാറ്റാൻ എനിക്ക് ഒരു മിനിറ്റ് വേണ്ട. കഴുത്തു മുറിച്ച കോഴി പോലെ രണ്ടും ഇവിടെ കിടന്ന് പിടയും. ഒരു പട്ടിയും അമ്മണിയോ ഒന്നും ചെയ്യത്തില്ലടി. അവരുടെ കണ്ണുകൾ വട്ടം ചുറ്റി. തീപ്പോയിലിരിക്കുന്ന പ്രസീതയുടെയും ആനന്ദരാജിൻ്റെയും സെൽഫോണുകൾ കണ്ടു. പരുന്ത് ഒരു പക്ഷിക്കുഞ്ഞിനെ റാഞ്ചുന്ന വേഗത്തിൽ അവർ അത് കൈക്കലാക്കി. ഞങ്ങളുടെ ഫോണിങ് താടി. പ്രസീത മുന്നോട്ടാഞ്ഞു. അമ്മണി ചീറിക്കൊണ്ട് കടാര നീട്ടി. അവിടെ നിന്ന് അനങ്ങരുത് എന്ന് പറഞ്ഞാൽ അനങ്ങരുത്. ആനന്ദരാജ് ദയനീയമായി അമ്മണിയെയും പ്രസീതയെയും മാറി മാറി നോക്കി. അന്ത്യശാസനം പോലെ അമ്മണിയുടെ ഒച്ചയുയർന്നു. ഈ വീട്ടിൽ നിന്ന് ഇനി ആരെയും വിളിച്ചുകൂടാ. വിളിക്കണമെങ്കിൽ ഞാൻ പറയും, അതിനുശേഷം മതി. അവൾ കത്തി ഇടുപ്പിൽ തിരുകി. ഞാൻ വീണ്ടും വരും. അപ്പോൾ തീരുമാനം ഞാൻ പറഞ്ഞതുപോലെ ആയിരിക്കണം. എങ്കിൽ ഞാൻ വാക്കുപാലിക്കാം, പണം തരും. അതല്ലെങ്കിൽ നാളെ ഈ നേരത്തെ രണ്ടിൻ്റെയും പോസ്റ്റ്മോർട്ടം നടക്കുകയാവും. അമ്മണി വെട്ടിത്തിരിഞ്ഞു. ഇനി ചർച്ചയോ സന്ധി സംഭാഷണമോ ഇല്ല. തറ ചവിട്ടിക്കുലുക്കി അമ്മണി കാറ്റിൻ്റെ വേഗത്തിൽ പുറത്തേക്ക് പോയി. ഓട്ടോ സ്റ്റാർട്ടാക്കുന്ന ശബ്ദം കേട്ടു. അല്പനേരത്തേക്ക് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല ആനന്ദരാജിനും പ്രസീതയ്ക്കും. SI വിജയയെ ഒന്ന് വിളിച്ച് വിവരം പറഞ്ഞിരുന്നെങ്കിൽ എന്ന് പ്രസീത ആഗ്രഹിച്ചു. പക്ഷേ അടുത്ത വീട്ടുകാരുമായി ഒന്നും അവൾക്ക് അടുപ്പമില്ല. പുറത്തു പോയി വിളിക്കാമെന്ന് കരുതിയാൽ ആ ഭാഗത്തൊന്നും കോയിൻ ബൂത്തോ STD സൗകര്യമോ ഇല്ല. അടുത്ത ദിവസം പിങ്ക് പോലീസിലെ CPO നിർമ്മല വിജയയുടെ നമ്പറിലേക്ക് വിളിച്ചു. അവൾ യൂണിഫോം അണിയുകയായിരുന്നു. ഞാൻ 10 മിനിറ്റിനുള്ളിൽ ഇറങ്ങും നിർമ്മലെ. വിജയ ഫോൺ കാതിനും തോളിനും ഇടയിൽ അമർത്തി വെച്ചുകൊണ്ട് കാക്കി ഷർട്ടിൻ്റെ ബട്ടണുകൾ ഇട്ടു. അതല്ല സാർ, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. എന്താ? വിജയുടെ നെറ്റി ചുളഞ്ഞു. സാറിൻ്റെ കൂട്ടുകാരിയില്ലേ പ്രസീത? പ്രസീതയും ഭർത്താവും സൂയിസൈഡ് ചെയ്തു. നോ! അലറിപ്പോയി വിജയ. ഫോൺ വഴുതി തറയിൽ വീണു. വിജയ വീണ്ടും അതെടുത്തു. പക്ഷേ കാതുകൾ കൊട്ടി അടയ്ക്കപ്പെട്ടതുപോലെ. പ്രപഞ്ചത്തിൻ്റെ ഏതോ വിദൂര കോണിൽ നിന്ന് എന്നവണ്ണം നിർമ്മലയുടെ ശബ്ദം വീണ്ടും കേട്ടു. രണ്ടുപേരും വിഷം കഴിച്ച് മതി നിർമ്മലേ. വണ്ടി ഇങ്ങോട്ട് വേഗം കൊണ്ടുവരാൻ സുമത്തിനോട് പറ. കൂടെ നിങ്ങൾ ബാക്കിയുള്ളവരെയും കയറിക്കോ. വിജയ ഫോൺ കിടക്കയിലേക്കിട്ടു. പിന്നെ വേഗം കാക്കി പാൻറ്റും വലിച്ചു കയറ്റി. അവളുടെ ഒച്ച ഉയരുന്നത് കേട്ട് മാലിനി തിരുക്കത്തിൽ അങ്ങോട്ട് വന്നു. എന്താ മോളെ? അമ്മേ. വിജയ ഒന്ന് തേങ്ങി. ശേഷം ചുരുങ്ങിയ വാക്കുകളിൽ കാര്യം പറഞ്ഞു. ഈശ്വരാ, എന്നാലും അവരെന്തിനങ്ങനെ ചെയ്തു? മാലിനി നെഞ്ചിൽ കൈവച്ചു. അവർ ചെയ്തതല്ല അമ്മേ, ആരോ ചെയ്യിപ്പിച്ചതാ. വിജയ ആ പറഞ്ഞതിൻ്റെ പൊരുൾ മാലിനിക്ക് മനസ്സിലായില്ല. വാസുദേവനും അവളിൽ നിന്ന് വാർത്തയറിഞ്ഞു. പ്രസ്സിൽ വിളിച്ചിട്ട് വേഗം ഒരാൾ പ്രസീതയുടെ വീട്ടിലേക്ക് പോകാൻ നിർദ്ദേശിച്ചു. അപ്പോൾ പുറത്ത് ടൊയോട്ടയുടെ ഹോൺ. ഞാൻ ഇറങ്ങുന്നു, അമ്മയോടും അച്ഛനോടും പറഞ്ഞിട്ട് അവൾ ചെന്ന് വേഗം വണ്ടിയിൽ കയറി. ആ ക്ഷണം ഫോൺ ശബ്ദിച്ചു. അടുത്ത നടുക്കം. ടൊയോട്ട 10 മീറ്ററോളം മുന്നോട്ട് നീങ്ങിയതേയുള്ളൂ. SI വിജയ ഡ്രൈവർ സുമത്തിൻ്റെ തോളിൽ തട്ടി. നിർത്ത്. സുമ ബ്രേക്ക് അമർത്തി. എല്ലാവരും ചോദ്യഭാവത്തിൽ വിജയെ നോക്കി. അവൾ വല്ലാതെ വിളറിയിരിക്കുന്നു. എന്തു പറ്റി സാറേ? CPO നിർമ്മല തിരക്കി. മറുപടി പറയാതെ അവൾ ടൊയോട്ടയുടെ ഡോർ തുറന്നു. പിന്നെ പണിപ്പെട്ട് ചുണ്ടിൽ ഒരു പുഞ്ചിരി വരുത്തി. നിങ്ങൾ പോയിക്കോ, എനിക്ക് ട്രാൻസ്ഫർ എറണാകുളത്തിന്. മറ്റുള്ളവർ അമ്പരുന്നു. അല്ല സാറേ, ഇത്ര പെട്ടെന്ന്? വിജയ ഒന്ന് അമർത്തി മൂളി. ഞാനിവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് തോന്നിക്കാണും പലർക്കും, പ്രത്യേകിച്ച് പ്രസീത മരണപ്പെട്ടതിനാൽ. കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ അവൾ തിരിഞ്ഞു നടന്നു. വിജയ മടങ്ങി വരുന്നത് ജനാലയിലൂടെ കാണുന്നുണ്ടായിരുന്നു വാസുദേവൻ. അയാളുടെ പുരികം ചുളിഞ്ഞു. അവൾ വാതിൽക്കലെത്തി. അകന്നു പോകുന്ന ടൊയോട്ടയിലേക്കും മകളുടെ മുഖത്തേക്കും മാറി മാറി നോക്കി വാസുദേവൻ. എന്താ മോളെ തിരിച്ചു പോകുന്നത്? നീ വിളറിയിരിക്കുന്നല്ലോ. വിജയ തലയാട്ടി. എൻ്റെ സേവനം ഇനി എറണാകുളത്ത് മതിയെന്ന് ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിച്ചു വച്ചാ.
വാസുദേവൻ്റെ കണ്ണുകൾ കൂർത്തു. ഒക്കെ എനിക്ക് മനസ്സിലായി. ഏതായാലും തൽക്കാലം നീ പോകണ്ട. അയാൾ അകത്തേക്ക് നോക്കി വിളിച്ചു. അനൂപ്, ദാ വരുന്നച്ചാ. അനൂപ് വന്നു. വാസുദേവൻ കാര്യം പറഞ്ഞു. പിന്നെ നിർദ്ദേശിച്ചു. നിന്റെ രാഷ്ട്രീയ ബന്ധം വെച്ച് തിരുവനന്തപുരത്ത് ഒന്ന് വിളിച്ചു നോക്കിക്കേ. ഏതായാലും ആഭ്യന്തരം ഇപ്പോൾ CPMൻ്റെ കയ്യിലല്ലേ? ഞാൻ വിളിക്കാച്ചാ. CPMൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാളെ എനിക്കറിയാം. അനൂപ് സമ്മതിച്ചു. കൂടുതൽ കേൾക്കാൻ നിൽക്കാതെ വിജയ തൻ്റെ റൂമിലേക്ക് പോയി. യൂണിഫോം മാറ്റി അവൾ ചുരിദാർ ധരിച്ചു. അച്ഛാ, ഞാൻ പ്രസീതയുടെ വീട്ടിലേക്ക് പോകുന്നു പറഞ്ഞിട്ട് അവൾ ആക്റ്റീവ സ്കൂട്ടറിൽ കയറി. തൂക്കുപാലം. വിജയ മെയിൻ റോഡിലെത്തിയപ്പോൾ വാഹനങ്ങളും ആളുകളും തിങ്ങി നിറഞ്ഞിരിക്കുകയായിരുന്നു അവിടെ. ഒരു ഭാഗത്ത് സ്കൂട്ടർ ഒതുക്കി വെച്ചിട്ട് അവൾ കയറ്റം കയറി തുടങ്ങി. ജനനിബിഡമായിരുന്നു പ്രസീതയുടെ വീടും പരിസരവും. പോലീസ് ആരെയും മുറ്റത്തേക്ക് കയറ്റി വിടുന്നില്ല. മതിലുകൾക്ക് മുകളിലൂടെയും ഉയർന്ന കയ്യാലകളിൽ കയറി നിന്നും ജനങ്ങൾ ആ വീട്ടിലേക്ക് എത്തി നോക്കുകയാണ്. പോലീസുകാർക്ക് വിജയയെ അറിയാം. അതിനാൽ അവൾക്ക് അകത്ത് കിടക്കാനായി. വീടിനുള്ളിൽ കിടപ്പുമുറിയിലെ കട്ടിലിലായിരുന്നു പ്രസീതയും ആനന്ദ്രാജും മരിച്ചു കിടന്നിരുന്നത്. DYSP അനിരുദ്ധൻ്റെ നേതൃത്വത്തിൽ പ്രഥമഘട്ട പരിശോധന നടക്കുകയാണ്. പ്രസീതയുടെയും ഭർത്താവിൻ്റെയും ചുണ്ടുകൾ കറുത്തിരുണ്ടിരുന്നു. കണ്ണുകൾ പകുതി തുറന്ന അവസ്ഥയിലും. ബലപ്രയോഗം നടന്നതിൻ്റെ ലക്ഷണങ്ങളൊന്നും കണ്ടില്ല. അനിരുദ്ധൻ പെട്ടെന്ന് കണ്ടു. ആനന്ദ്രാജിൻ്റെ പോക്കറ്റിൽ ഒരു തടിപ്പ്. ഗ്ലൗസ് ധരിച്ചുകൊണ്ട് അയാൾ പരിശോധിച്ചു. ഒരു മടക്കിയ കടലാസ്. അയാൾ അതെടുത്ത് തുറന്നു. ആനന്ദ്രാജിൻ്റെയും ഭാര്യയുടെയും ആത്മഹത്യക്കുറിപ്പ്. അയാൾ അതൊന്ന് ഓടിച്ചു വായിച്ചു. പോലീസുകാർക്കും പത്രക്കാർക്കും അറിയുവാൻ ഞാനും എൻ്റെ ഭർത്താവ് ആനന്ദ്രാജും വളരെ ചിന്തിച്ച് എഴുതുന്നതാണിത്. ജീവിതം ഇനി മുന്നോട്ട് നീങ്ങുവാൻ പറ്റാത്ത അവസ്ഥയിലാണ്. എൻ്റെ ഭർത്താവിന് ഇനി എഴുന്നേറ്റ് നടക്കാൻ കഴിയുമോ എന്ന് പോലും നിശ്ചയമില്ല. എനിക്കാണെങ്കിൽ ജോലിയും നഷ്ടപ്പെട്ടു. ഈ അവസ്ഥയിൽ മരണമല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ മുന്നിലില്ല. അതിനാൽ ആരുടെയും പ്രേരണയോ ഭീഷണിയോ ഇല്ലാതെ തന്നെ ഞങ്ങൾ ഈ ജീവിതം അവസാനിപ്പിക്കുന്നു. പിന്നെ ഈ അന്ത്യനിമിഷത്തിലെങ്കിലും എനിക്കൊരു സത്യം പറയണമെന്നുണ്ട്. ആഭ്യന്തരമന്ത്രിയായിരുന്ന രാജസേനൻ സാറിൻ്റെ മകൻ രാഹുൽ എന്നെ ഉപദ്രവിച്ചിട്ടില്ല. തലക്കറങ്ങി റോഡിൽ വീണ എന്നെ അദ്ദേഹം ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. പക്ഷേ അത്രയും ജനങ്ങളും പോലീസും മീഡിയക്കാരും നിൽക്കവേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയി. അത് കോളേജിൽ വെച്ച് എനിക്ക് രാഹുലിനോടുള്ള പക കാരണമാണ്. രാഹുലിനോട് ഈ അവസരത്തിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടി യാത്ര ചോദിക്കുന്നു എന്ന പ്രസീത. കത്ത് വായിച്ചിട്ട് അനിരുദ്ധൻ ഒരു നിമിഷം കൂടി അതിലേക്ക് തന്നെ നോക്കി നിന്നു. പിന്നെ മടക്കി പോക്കറ്റിൽ വെച്ചു. ആ സമയത്താണ് വിജയ അകത്തേക്ക് ചെന്നത്. അനിരുദ്ധൻ തിരിഞ്ഞു നോക്കി. വിജയ ടെൻഷനായി. ഈ യുവതി വിജയയുടെ ഫ്രണ്ടായിരുന്നു അല്ലേ? അനിരുദ്ധൻ തിരക്കി. സർ, അതെ. അനിരുദ്ധൻ മൂളി. പ്രസീതയുടെ ബോഡി കണ്ടിട്ട് സഹിക്കാനായില്ല വിജയ്ക്ക്. അവളുടെ കൺകോണുകളിൽ 2 തുള്ളി കണ്ണുനീർ പൊടിഞ്ഞു. അധികനേരം അവിടെ നിൽക്കാതെ വിജയ തിരിഞ്ഞു. വാതിൽക്കലെത്തിയപ്പോൾ മീഡിയക്കാർ അവളെ വളഞ്ഞു. പക്ഷേ അവളുടെ കണ്ണുകൾ അപ്പോൾ അവിടേക്ക് നോക്കുന്ന ഒരാളിൽ പതിഞ്ഞു. അവളുടെ കണ്ണുകൾ കുറുകി. മാഡം, ഈ മരണങ്ങളെക്കുറിച്ച് മാഡത്തിന് എന്ത് തോന്നുന്നു? മീഡിയക്കാരിൽ ഒരാൾ മൈക്രോഫോൺ SI വിജയുടെ നേർക്ക് നീട്ടി. അവൾ അത് ശ്രദ്ധിച്ചില്ല. പകരം ആ കണ്ണുകൾ അപ്പോഴും മതിലിന് മുകളിലൂടെ അവിടേക്ക് ശ്രദ്ധിക്കുന്ന ഒരാളിൽ അസ്ത്രം പോലെ തറഞ്ഞു നിന്നു. അയാളെ താൻ കണ്ടിട്ടുണ്ടെന്ന് വിജയ ഓർത്തു. മാത്രമല്ല, അയാളുടെ മുഖത്ത് അവിടേക്ക് നോക്കുന്ന മറ്റുള്ളവരുടെ ഭാവമല്ല. പകരം എല്ലാം സസൂക്ഷ്മം ശ്രദ്ധിക്കുന്നവൻ്റെ ജാഗ്രതയാണ്. പൊടുന്നനെ വിജയ്ക്ക് അയാളെ പിടികിട്ടി. സുമേഷ്, അമ്മിണിയുടെ ഓട്ടോ ഡ്രൈവർ. അയാൾ ഇവിടെ വരണമെങ്കിൽ അതിനൊരു ഉദ്ദേശ്യമുണ്ടാവണം. അത് അമ്മിണിയുമായി ബന്ധപ്പെട്ടതും ആവണം. അമ്മിണിയും ആഭ്യന്തരമന്ത്രിയുമായുള്ള അവിശുദ്ധ കൂട്ടിനെപ്പറ്റി വിജയ്ക്ക് അറിയാം. അതിൻ്റെ ഭാഗമായാണ് ഡോക്ടർ ഹേമലത അമ്മിണിക്ക് അനുകൂലമായി റിപ്പോർട്ട് നൽകിയതെന്നും. അങ്ങനെയാണല്ലോ SI ജെയിംസ് ജയിലിലായതും. വിജയെ ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടോ എന്തോ സുരേഷ് പെട്ടെന്ന് അവിടെ നിന്ന് മാറി. മാഡം, മീഡിയക്കാർ വീണ്ടും വിളിച്ചു. ഞെട്ടിയതുപോലെ വിജയ അവരെ നോക്കി. എന്താ? മാഡത്തിൻ്റെ കൂട്ടുകാരിയുടെ ആത്മഹത്യയെപ്പറ്റി എന്തോ പറയാനുണ്ട്? ചോദിച്ച ആളിനെ അവൾ സൂക്ഷിച്ചു നോക്കി. പിന്നെ പറഞ്ഞു. പ്രസീത നല്ല ധൈര്യമുള്ള കുട്ടിയായിരുന്നു. അവൾ സൂയിസൈഡ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അകത്ത് DYSP അനിരുദ്ധൻ സാറുണ്ട്. അദ്ദേഹം വരുമ്പോൾ നിങ്ങൾ ചോദിക്കേ. ഒരുപക്ഷെ എൻ്റെ നിരീക്ഷണങ്ങളായിരിക്കില്ല അദ്ദേഹത്തിൻ്റേത്. കേസ് അന്വേഷണത്തിൻ്റെ ചുമതല അദ്ദേഹത്തിനാണ്. അതിനാൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. വിജയ തിടുക്കത്തിൽ അവിടെ നിന്നിറങ്ങി. മീഡിയക്കാർ എന്തൊക്കെയോ ചോദിച്ചുകൊണ്ട് പിന്നെയും പിറകെ വന്നു. അവൾ പക്ഷേ ഒന്നിനും മറുപടി കൊടുത്തില്ല. താഴെ മെയിൻ റോഡിലേക്ക് നടക്കുമ്പോഴും വിജയ ആളുകൾക്കിടയിൽ സുരേഷിനെ തിരഞ്ഞു. കണ്ടില്ല. അതോടെ അവൾക്ക് ഉറപ്പായി അമ്മിണിക്ക് പ്രസീതയുടെയും ഭർത്താവിൻ്റെയും മരണത്തിൽ നേരിട്ടോ അല്ലാതെയോ പങ്കുണ്ട്. ആക്റ്റീവയിൽ അവൾ മടങ്ങി. ആ നേരത്ത് ആഭ്യന്തരമന്ത്രി രാജസേനൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു അമ്മിണി. രാഹുലും അവർക്കരികിലെത്തി. അമ്മിണി സത്യത്തിൽ ഒരു പുരുഷനായി ജനിക്കേണ്ട ആളായിരുന്നു. രാജസേനൻ അവരെ പുകഴ്ത്തി. ആ പ്രശംസ അമ്മിണിക്ക് ഇഷ്ടമാവുകയും ചെയ്തു. ആണായാലും പെണ്ണായാലും ചങ്കുറ്റം വേണം. അത് മതി സാറേ. അമ്മിണി ചിരിച്ചു. ഇനി സാറിനെ എത്രയും വേഗത്തിൽ വീണ്ടും മന്ത്രിയാകാം അല്ലേ? രാജസേനൻ എന്തോ ചിന്തിച്ച് കനപ്പിച്ചു മൂളി. മീഡിയക്കാർ വെറുതെ ഇരിക്കില്ല. എൻ്റെ പേര് പറഞ്ഞ് ചില ബഹളങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കും. സാരമില്ല. അത് കെട്ടടങ്ങി കഴിയുമ്പോൾ ഞാൻ തന്നെ പഴയ കസേരയിലിരിക്കും. ഏറിയാൽ 2 3 മാസം.
അപ്പോൾ പുറത്ത് ഓട്ടോ വന്നു നിന്നു. അതിൽ നിന്ന് സുരേഷ് ഇറങ്ങി വാതിൽക്കലെത്തി. അമ്മണി അവൻ്റെ അടുത്തേക്ക് ചെന്നു. എന്തായുടെ കാര്യങ്ങൾ? പോലീസ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുക. ജീവിതം വഴിമുട്ടിയത് കൊണ്ട് അവർ ജീവനൊടുക്കിയതെന്ന ജനസംസാരം. പക്ഷേ എന്തു പക്ഷേ? അമ്മണിയുടെ നെറ്റി ചുളിഞ്ഞു. ആ വിജയയില്ലേ, പിങ്ക് പോലീസിലെ SI, അവർ എന്നെ കണ്ടു. അത് സാരമില്ല. അവരുടെ സംസാരം കേട്ട് രാജസേന നിസ്സാരവൽക്കരിച്ചു. അവൾക്ക് ട്രാൻസ്ഫറായി എറണാകുളത്തിന്. അമ്മണിക്ക് ആശ്വാസമായി. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ സാറേ? അമ്മണി യാത്ര ചോദിച്ചു. ശരി. അമ്മണി ഓട്ടോയിൽ കയറി. അത് ഗേറ്റ് കടന്നു പോകുമ്പോൾ കുറച്ചകലെ ആക്റ്റീവയിൽ ആ കാഴ്ച നോക്കി വിജയ ഇരിപ്പുണ്ടായിരുന്നു. ഓട്ടോ കണ്ണിൽ നിന്ന് മറിഞ്ഞപ്പോൾ രാജസേനൻ തിരിഞ്ഞ് മകനെ നോക്കി. ഒരുവിധം കാര്യങ്ങളൊന്ന് ഒതുങ്ങി എന്ന് ആശ്വസിക്കാം. കുറച്ച് ദിവസത്തേക്ക് നീ പുറത്തേക്കൊന്നും പോകണ്ട. രാഹുൽ മറുപടി പറയും മുമ്പ് രാജസേനൻ്റെ ഫോൺ ശബ്ദിച്ചു. അയാൾ കാൾ അറ്റൻഡ് ചെയ്തു. അടുത്ത നിമിഷം ആ മുഖത്തൊരു കാളിമ പടർന്നു. രാജസേനൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു രാഹുൽ. അച്ഛൻ്റെ പെട്ടെന്നുള്ള ഭാവമാറ്റം അവൻ്റെ മനസ്സിൽ സംശയത്തിൻ്റെ നിഴൽ വീശി. ഒന്നുകൂടി വ്യക്തമാക്കി പറ അനിരുദ്ധ. അപ്പുറത്തു നിന്ന് DYSP അനിരുദ്ധൻ്റെ ശബ്ദം കേട്ടു. സാർ, അയൽക്കാരെ ചോദ്യം ചെയ്തപ്പോഴാണ് അവരിൽ ഒരാൾ ഇങ്ങനെയൊരു മൊഴി തന്നത്. പുലർച്ചെ 3 മണിക്ക് അയാൾ തൻ്റെ അമ്മയെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ സംശയകരമായ വിധത്തിൽ റോഡിൽ 2 ഓട്ടോകൾ കിടക്കുന്നത് കണ്ടെന്ന്. ഛേ! രാജസേനൻ്റെ മുഷ്ടികൾ അറിയാതെ ഒന്ന് മുറുകി. നിങ്ങളെന്തിനാ അയൽക്കാരോടൊക്കെ വിവരം തിരക്കാൻ പോയത്? അവിടെ നടന്നത് സൂയിസൈഡാണെന്ന് കണക്കാക്കി മുന്നോട്ടുള്ള നടപടികൾ പോരായിരുന്നോ? ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു സാർ. പക്ഷേ ചില മീഡിയക്കാരോട് അയാൾ അങ്ങനെ പറഞ്ഞതായി അറിഞ്ഞപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ അത് പിന്നെ ഇഷ്യൂ ആക്കില്ലേ? രാജസേനൻ കനിപ്പിച്ചു മൂളി. അയാളുടെ നെറ്റിയിൽ ചിലന്തി കാലുകൾ പോലെ ഞരമ്പുകൾ പിടിച്ചു പൊങ്ങി. അനിരുദ്ധൻ, ഒരു കാര്യം കൂടി ചെയ്യേ. അയാളെ നോട്ട് ചെയ്തു വെച്ചോ. മൊഴി രേഖപ്പെടുത്തുകയൊന്നും വേണ്ട. ശരി സാർ. രാജസേനൻ കാൽ മുറിച്ചു. ഓരോരുത്തന്മാർ വന്നോളും, മറ്റുള്ളവർക്ക് തലവേദന ഉണ്ടാക്കാൻ. എന്താച്ചാ? രാഹുൽ ജിജ്ഞാസയോടെ തിരക്കി. രാജസേനൻ കാര്യം പറഞ്ഞു. അയാളെ കൂടെ ആ അമ്മിണിയോട് പറഞ്ഞങ്ങ് കൊല്ലിച്ചാൽ പോരെ, പിന്നെ പേടിക്കണ്ടല്ലോ. പിന്നിൽ നിന്ന് പുച്ഛസ്വരം കേട്ട് രാജസേനനും രാഹുലും വെട്ടിത്തിരിഞ്ഞു. സാവിത്രി അമ്മ, കയറിപ്പോടിയകത്ത്. രാജസേനൻ്റെ ഗർജനത്തിൽ ആ കെട്ടിടം വിറച്ചു. ഒരു നിമിഷം ഭർത്താവിനെ തുറച്ചു നോക്കി നിന്നിട്ട് സാവിത്രി തിരിച്ചുപോയി. വിജയ വീട്ടിൽ മടങ്ങിയെത്തി. വാസുദേവൻ വിശ്രമത്തിലായതിനാൽ പ്രസ്സിലെ കാര്യങ്ങൾ ഫോണിലൂടെ നിർദ്ദേശിക്കുകയായിരുന്നു. അവൾ അച്ഛനോട് തൻ്റെ സംശയം പറഞ്ഞു. വെറും സംശയം മാത്രമല്ല മോളെ, അത് യാഥാർത്ഥ്യം തന്നെയാണ്. വാസുദേവൻ സമ്മതിച്ചു. അപ്പോൾ പുറത്ത് ഒരു ബുള്ളറ്റ് ബൈക്ക് വന്നു നിന്നു. അതിൽ നിന്ന് അനൂപ് ഇറങ്ങി. ഇന്ന് പഞ്ചായത്ത് കമ്മിറ്റിയുണ്ട്. അവിടെയും ചില നീക്കങ്ങൾ നടക്കുന്നതായി അറിയാൻ കഴിഞ്ഞു. വാസുദേവനും വിജയയും അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അനൂപ് തുടർന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ ആഭ്യന്തരമന്ത്രിയോട് മുഷ്ണി സംസാരിച്ചല്ലോ, അതിൻ്റെ പക. പ്രതിപക്ഷക്കാരും ഞങ്ങളുടെ ഭരണസമിതിയിൽ ചിലരും കൂടി കൈക്കോർത്തെന്ന്. വാസുദേവൻ്റെ കണ്ണുകൾ കുറുകി. എന്നിട്ട് അവർ, പ്രതിപക്ഷക്കാർ, അവിശ്വാസം കൊണ്ടുവന്നേക്കും. എൻ്റെ കൂടെയുള്ളവരിൽ ചിലരും അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യും. ഞാൻ പുറത്താകുമല്ലോ. വിജയമല്ലാതായി. ഞാൻ കാരണം ചേട്ടനും. അതൊന്നുമല്ലടി. കുറേ കാലം കൊണ്ട് ഭരണസമിതിക്കുള്ളിൽ ചില അസ്വാരസ്യങ്ങളുണ്ട്. അതിപ്പോൾ പുറത്തു വരാൻ ആ സംഭവം ഒരു കാരണമായെന്നേ ഉള്ളൂ. പ്രസിഡന്റ് പദവി മോഹിക്കുന്നവർ എൻ്റെ കൂടെ തന്നെയുണ്ടല്ലോ. അവൻ ഷർട്ടിൻ്റെ ബട്ടണുകൾ അഴിച്ചുകൊണ്ട് മുറിയിലേക്ക് നടന്നു. പിന്നെ പെട്ടെന്ന് നിന്നിട്ട് തിരിഞ്ഞു. വിജയെ, നിന്റെ ട്രാൻസ്ഫർ ഓർഡർ ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇന്നുണ്ടാകും. അതിന് എനിക്ക് CMൻ്റെ ഓഫീസിൽ നിന്ന് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ വിജയ്ക്ക് അതിൽ സന്തോഷം തോന്നിയില്ല. രാത്രി കിടന്നിട്ട് വിജയ്ക്ക് ഉറക്കം വന്നില്ല. പ്രസീതയുടെയും ഭർത്താവിൻ്റെയും മരവിച്ച ശരീരങ്ങളായിരുന്നു അവളുടെ മനസ്സിൽ. കേരളത്തിൽ ഇത്തരത്തിൽ എത്രയോ നിരപരാധികളുടെ ജീവിതങ്ങളാണ് പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അവൾ സങ്കടത്തോടെ ഓർത്തു. ഇവിടെ ആരെ കൊന്നാലും പിടിപാടുള്ളവനാണെങ്കിൽ ഒരു പട്ടിയെ കൊന്ന കുറ്റം പോലും ഉണ്ടാകുന്നില്ല. ഈ വ്യവസ്ഥിതി മാറിയേ പറ്റൂ എന്ന് അവൾക്ക് തോന്നി. കത്തിയെടുക്കുന്നവൻ മുന്നിൽ നിൽക്കുന്ന നിരപരാധിക്ക് നേരെ അത് ഓങ്ങുന്നതിന് മുൻപ് ഒരു വട്ടമെങ്കിലും ഒന്ന് ഭയക്കണം. പാവങ്ങൾക്ക് നീതി കിട്ടണം. പുലർച്ചെ എപ്പോഴോ ചില ഉറച്ച തീരുമാനങ്ങൾ കൈക്കൊണ്ട ശേഷം അവൾ ഒന്ന് മയങ്ങി. അടുത്ത ദിവസം വിജയുടെ ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യപ്പെട്ടു. സമയം രാത്രി 9 മണി. കോഴഞ്ചേരി പാർക്ക് ബാറിൽ നിന്ന് വേച്ചു പോകുന്ന കാലുകളോടെ ഓട്ടോ ഡ്രൈവർ സുരേഷ് ഇറങ്ങി. തന്നെ കാത്തിരിക്കുന്ന അപകടമറിയാതെ. പരിചയക്കാരനായ സെക്യൂരിറ്റി സുരേഷിനെ നോക്കി ചിരിച്ചു. നീ എന്താ സുരേഷേ, ഇന്ന് നേരത്തെ പോകുവാണോ? പോയിട്ട് ഒരു അത്യാവശ്യമുണ്ട് ചേട്ടാ. അവൻ റോഡ് മുറിച്ച് കടന്ന് ബാറിന് എതിർഭാഗത്തുള്ള പാർക്കിംഗ് ഏരിയയിലേക്ക് ചെന്നു. ഓട്ടോയിൽ കയറി സ്റ്റാർട്ട് ചെയ്യാൻ ഭാവിച്ചതും അവർ 2 പേർ അങ്ങോട്ടെത്തി. ചേട്ടാ, കുഴിക്കാര വരെ ഒന്ന് കൊണ്ടുപോകുമോ? പറ്റത്തില്ല, ഇന്നിനി ഓട്ടമില്ല, സുരേഷ് തീർത്ത് പറഞ്ഞു. അതല്ല ചേട്ടാ, ഒരു പെങ്കൊച്ച് വീട്ടിൽ നിന്ന് ചാടി പോന്നിട്ട് അവിടെ കാത്തു നിൽക്കുകയാ. ഇപ്പം ചെന്നില്ലെങ്കിൽ അവളെ വീട്ടുകാർ കൊണ്ടുപോകും. പെങ്കൊച്ച് എന്ന് കേട്ടപ്പോൾ സുരേഷിൻ്റെ ഈ മകൾ വല്ലാതെ ഒന്ന് വെട്ടി. എങ്കിൽ നിങ്ങൾ കയറിയിരിക്കെ, ഞാൻ വേറൊരാളുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു. നാളെ ചെന്നാൽ മതിയോ എന്ന് ചോദിക്കട്ടെ. എങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും ചേട്ടാ. സുരേഷ് സെൽഫോണുമായി ഓട്ടോയിൽ നിന്നിറങ്ങി. പാർക്കിംഗ് ഏരിയയുടെ ഒരു കോണിൽ പോയി നിന്ന് മറ്റാരും അടുത്തില്ലെന്ന് ഉറപ്പാക്കിയിട്ട്
അമ്മിണിയെ വിളിച്ച് വിവരം നൽകി. ചാടിപ്പോന്നവളാണെങ്കിൽ ഒന്നും നോക്കട്ടെ സുരേഷേ, പൊക്കിക്കോ. നിങ്ങൾ തിരിച്ചു വരുന്നത് ഏത് വഴിയാണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ നമ്മുടെ ആളുകളെ അങ്ങോട്ട് വിടാം. ശരി ചേച്ചി. കാൾ മുറിച്ച് സുരേഷ് ഫോൺ പോക്കറ്റിലിട്ടു. പിന്നെ വേഗം ചെന്ന് ഓട്ടോയിൽ കയറി. പോകാം. വേഗം വേണം ചേട്ടാ, അവൾ ഇപ്പോഴും വിളിച്ചു. ഒരാൾ ധൃതി കൂട്ടി. സുരേഷ് ഓട്ടോ സ്റ്റാർട്ട് ചെയ്തു. വൺ വേ തെറ്റിച്ച് തെക്കേ മലയ്ക്ക്. അവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് ഇടത്തേക്ക് കുഴിക്കാല റൂട്ടിലേക്ക്. ഇടയ്ക്ക് പിന്നിൽ ഇരുന്നവരിൽ ഒരാളുടെ ഫോൺ വീണ്ടും ശബ്ദിച്ചു. ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുക, അവിടെ തന്നെ നില്ലേ. അയാൾ പറയുന്നത് സുരേഷ് കേട്ടു. അവൻ ഓട്ടോയുടെ വേഗത അല്പം കൂടി വർദ്ധിപ്പിച്ചു. റോഡിൽ തിരക്ക് തീരെ കുറവായിരുന്നു. ഓട്ടോ പുന്നമോട് കനാൽ ജംഗ്ഷൻ പിന്നിട്ട് മുന്നോട്ട് നീങ്ങി. വളവ് തിരിഞ്ഞ് കയറ്റം കയറാൻ തുടങ്ങി. ഒരു ഭാഗത്ത് റബ്ബർ തോട്ടം, മറുഭാഗത്ത് 2-3 വലിയ വീടുകളുണ്ടെങ്കിലും ഒരിടത്തും ആൾ താമസമില്ല. ആകെ ഭീതിതമായ വിജനത. അടുത്ത നിമിഷം റോഡിൻ്റെ ഓരം ചേർന്ന് ഒരു യുവതി നടന്നു വരുന്നത് കണ്ടു. മുഖം കാണാൻ പറ്റാത്ത വിധം സാരിത്തുമ്പ് തലയിലൂടെ ഇട്ടിരിക്കുകയാണ്. ആ പെണ്ണിൻ്റെ അടുത്ത് നിർത്തി ചേട്ടാ. പിന്നിൽ നിന്ന് ശബ്ദം വന്നു. സുരേഷ് അവൾക്കരികിൽ ഓട്ടോ നിർത്തി. ചെറിയൊരു ഷോൾഡർ ബാഗുമായി അവൾ കയറി. തിരിച്ചു പോകാനാണോ? സുരേഷ് പിന്നോട്ട് നോക്കി. യുവതിയുടെ മുഖം വ്യക്തമല്ല. അല്പം കൂടി മുന്നോട്ട് പോയിട്ട് മടങ്ങാം. ഇവൾ വീട്ടിൽ നിന്ന് അടിച്ചുമാറ്റിയ കുറച്ച് സ്വർണവും പണവും ഒരിടത്ത് ഒളിച്ചു വച്ചിരിക്കുക, അതുകൂടി എടുക്കണം. സുരേഷിൻ്റെ മുഖത്ത് ആർത്തിയുടെ മിന്നലാട്ടമുണ്ടായത് ഇരുട്ടിൽ ആരും കണ്ടില്ല. ഓട്ടോ നീങ്ങി. കുഴിക്കാല സ്കൂളും പിന്നിട്ട് വീണ്ടും മുന്നോട്ട്. അവിടെ നിന്ന് വലത്തേക്ക് വിജനമായ പ്രദേശം. അവിടെ റോഡിന് നടുവിൽ ഒരു കാർ കിടന്നിരുന്നു. സുരേഷ് ബ്രേക്ക് അമർത്തി. പിന്നെ ഹോണടിച്ചുകൊണ്ട് ഒരു ചീത്ത പറഞ്ഞു. റോഡിന് നടുക്കാണോടാ വണ്ടി ഇരുന്നത്? അടുത്ത നിമിഷം കാറിൽ നിന്ന് ചിലർ ചാടിയിറങ്ങി. മര്യാദയ്ക്ക് പറഞ്ഞാൽ കാറ് മാറ്റത്തില്ലേടാ, അതിന് ചീത്ത വിളിക്കണോ? ചോദിച്ചതും ഒരാൾ കൈനീട്ടി ഓട്ടോ ഓഫ് ചെയ്തു. ചാവിയെടുത്ത് സ്വന്തം കീശയിലിട്ടു. മറ്റൊരാൾ സുരേഷിനെ പിടിച്ചിറക്കി കരണത്തൊന്ന് പൊട്ടിച്ചു. പടക്കം പൊട്ടുന്ന ഒച്ചയിൽ. അമ്മേ നിലവിളിച്ചുകൊണ്ട് സുരേഷ് ഓട്ടോയിലേക്ക് ചാരി. പിന്നെ അല്പനേരത്തേക്ക് അടിയുടെയും ഇടിയുടെയും ഒച്ച മാത്രമേ കേട്ടുള്ളൂ. സുരേഷ് റോഡിൽ വീണു. അവർ അവൻ്റെ കൈകാലുകൾ ബന്ധിച്ച് വായിൽ ഒരു പ്ലാസ്റ്റർ ഒട്ടിച്ചു. ശേഷം എടുത്ത് കാറിൻ്റെ ഡിക്കിയിലേക്ക് എറിഞ്ഞു. അടങ്ങി അവിടെ കിടന്നോടാ. ഓട്ടോയിൽ വന്നവരും കൂടി കാറിൽ കയറി. കാർ പാഞ്ഞുപോയി. ഡിക്കിയിൽ സുരേഷിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത് ഇടയ്ക്കിടെ കേട്ടു. അബോധാവസ്ഥയിലായിരുന്നു അവൻ. കണ്ണു തുറക്കുമ്പോൾ സുരേഷ് ഒരു കസേരയിൽ ബന്ധിതനാണ്. ആ മുറിക്കുള്ളിൽ കടുത്ത വെളിച്ചം. സുരേഷ് പകച്ചു ചുറ്റും നോക്കി. മുറിക്കുള്ളിൽ ആരെയും കണ്ടില്ല. ഒരു സ്റ്റുഡിയോയ്ക്കുള്ളിൽ എന്ന വണ്ണമാണ് വെളിച്ചം. അതിന് അതികഠിനമായ ചൂടും. സുരേഷ് കുടുകൂടെ വിയർത്തു തുടങ്ങി. താൻ എവിടെയാണെന്ന് അവന് യാതൊരു രൂപവും കിട്ടിയില്ല. കുഴിക്കാലയ്ക്ക് സമീപം ഉണ്ടായ സംഭവങ്ങൾ അവൻ്റെ മനസ്സിൽ മിന്നി. തന്നെ അടിച്ചു ഡിക്കിയിൽ ഇടുന്നതുവരെ എല്ലാം കരുതിക്കുട്ടി ഉണ്ടാക്കിയ സംഭവങ്ങളായിരുന്നു എന്ന് ഇപ്പോൾ അവന് ബോധ്യപ്പെട്ടു. ഒന്ന് നിലവിളിക്കണമെന്ന് കരുതിയാൽ അതിനുള്ള സ്വാതന്ത്ര്യമില്ല. വായ്ക്ക് മുകളിൽ ഒട്ടിച്ചിരിക്കുന്ന പ്ലാസ്റ്റർ ഇപ്പോഴും നീക്കം ചെയ്തിട്ടില്ല. താൻ എത്ര സമയം കാറിൻ്റെ ഡിക്കിയിൽ കിടന്നു, അതേക്കുറിച്ചും യാതൊരു വിരൂപവുമില്ല. സുരേഷ് കഴുത്ത് തിരിയുന്ന അത്രയും ഭാഗം വരെ തല തിരിച്ചു നോക്കി. അകത്തേക്കോ പുറത്തേക്കോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഒരു വാതിൽ മാത്രമുണ്ട്. സുരേഷിന് അതികഠിനമായ ദാഹം അനുഭവപ്പെട്ടു. അടുത്ത നിമിഷം വാതിൽ തുറക്കുന്ന ഒച്ച. അവിടേക്ക് നോക്കിയ അവൻ്റെ കണ്ടത്തിൽ ഒരു നിലവിളി കുരുങ്ങി വീണു. മുഖത്ത് കാട്ടാളവേഷം പൂശിയ ഒരാൾ. അയാളുടെ കയ്യിൽ കൂർത്ത മുനയുള്ള ഒരു നീണ്ട കമ്പി ഉണ്ടായിരുന്നു. അയാൾക്ക് പിന്നാലെ 5 പേർ കൂടി ആ മുറിയിലേക്ക് കടന്നു വന്നു. ഒട്ടും തിരിച്ചറിയാത്ത വിധം എല്ലാ മുഖങ്ങളിലും ചായം. പച്ചയും ചുവപ്പും കറുപ്പും വെളുപ്പുമെല്ലാം ഉണ്ട്. അവരിൽ 2 പേർ കഥകളിക്കാർ. ചുട്ടികുത്തിയതുപോലെയാണ് നിറം പൂശിയിരിക്കുന്നത്. കൂട്ടത്തിൽ ഒരാൾ സ്ത്രീയാണെന്ന് സുരേഷ് തിരിച്ചറിഞ്ഞു. ഇവളാവണം തൻ്റെയൊപ്പം ഓട്ടോയിൽ കയറിയത്. 6 പേരും അവൻ്റെ കസേരയ്ക്ക് ചുറ്റും നിന്നു. സുരേഷെ, കൂർത്ത കമ്പ് പിടിച്ചിരുന്ന ആൾ വിളിച്ചു. അവൻ അയാളെ ദയനീയമായി നോക്കി. അയാൾ തുടർന്നു. ഞങ്ങൾ ഇത്രയും നേരം നിനക്ക് എന്ത് ശിക്ഷ തരണം എന്നുള്ള തർക്കത്തിലായിരുന്നു. അവസാനം ഏകകണ്ഠേന ഒരു തീരുമാനത്തിലെത്തി. നിനക്ക് ഞങ്ങൾ മരണശിക്ഷ വിധിച്ചു. സുരേഷിൻ്റെ വിറയൽ കസേരയുടെ അനക്കത്തിൽ നിന്ന് അവർ തിരിച്ചറിഞ്ഞു. എന്താ, നിനക്ക് മരിക്കാൻ ഇഷ്ടമല്ലേ? ലോകത്തിലെ ഏറ്റവും സുഖമുള്ളതും മഹത്തരവുമായ കാര്യമാണ്ട മരണം. അതുകൊണ്ടല്ലേ നീയൊക്കെ ചേർന്ന് പ്രസീതയെയും ആനന്ദരാജനെയും കൊന്നത്? സുരേഷ് നടുങ്ങി. എന്തു കാരണത്താലാണ് തന്നെ ഇവർ പിടിച്ചുകൊണ്ട് വന്നതെന്ന് ഇപ്പോൾ അവന് മനസ്സിലായി. എന്തോ പറയാനായി അവൻ തലവെട്ടിച്ചു. ഒരാൾ അവൻ്റെ മുഖത്തെ പ്ലാസ്റ്റർ വലിച്ചു പറിച്ചെറിഞ്ഞു. പ്ലാസ്റ്ററിനോടൊപ്പം അവൻ്റെ കുറച്ച് മീശ കൂടി പറഞ്ഞുപോയി. അയ്യോ! വായു സ്വതന്ത്രമായതേ അവൻ നിലവിളിച്ചു. അത് കണ്ട് 6 പേരും പൊട്ടിച്ചിരിച്ചു. സുരേഷേ, കൂട്ടത്തിലെ സ്ത്രീ വിളിച്ചു. അത് വിജയയായിരുന്നു. നിനക്ക് എത്ര ഉച്ചത്തിൽ വേണമെങ്കിലും കരയാം, തെറി വിളിക്കാം. കാരണം ഒരു കൊതുകിൻ്റെ മൂളൽ പോലെയുള്ള ശബ്ദം പോലും ഈ മുറിയിൽ നിന്ന് പുറത്തു പോകില്ല. എന്നെ എന്തിനാണ് നിങ്ങളിവിടെ കൊണ്ടുവന്നത്? എന്തിനാ കൊല്ലുമെന്ന് പറയുന്നത്? അവൻ്റെ ഒച്ച ചിലമ്പി. രണ്ടിൻ്റെയും ഉത്തരം ഒന്നാണ് സുരേഷേ. അതുവരെ മിണ്ടാതെ നിന്നിരുന്ന മറ്റൊരാൾ പറഞ്ഞു. പ്രസീതയുടെയും ആനന്ദരാജിൻ്റെയും കൊലപാതകങ്ങൾക്ക് പകരം
ഞാനല്ല അവരെ കൊന്നത്. അത് ഞങ്ങൾക്കും അറിയാം. പക്ഷേ കൊലയാളികളെ അവിടെ കൊണ്ടുപോയത് നീയാണ് നിന്റെ ഓട്ടോയിൽ. അല്ലെന്ന് പറയാമോടാ? തെളിവുണ്ട് ഞങ്ങളുടെ കയ്യിൽ. സുരേഷിന് ഒന്നും മിണ്ടാനായില്ല. അവൻ്റെ തല കുനിഞ്ഞു. വിജയ അവൻ്റെ താടിക്ക് തട്ടി മുഖമുയർത്തിച്ചു. നേരെ നോക്കടാ. സുരേഷിൻ്റെ കണ്ണുകളിൽ ഭീതി ഒരു വലയം തീർത്തു. ഇത് പുതിയ പരീക്ഷണമാടാ, കുന്തവുമായി നിന്നയാൾ പറഞ്ഞു. നിങ്ങളുടെ അതിൻ്റെ ഉദ്ഘാടനം. എന്ത് തറവഴിയും ചെയ്യാൻ തയ്യാറായി നടക്കുന്ന ഒരു കൂട്ടം ക്രിമിനലുകൾക്കുള്ള മുന്നറിയിപ്പ്. പറഞ്ഞു നിർത്തിയതും അയാൾ കമ്പി നീട്ടി. അതിൻ്റെ കൂർത്ത മുന അവൻ്റെ തൊണ്ടക്കുഴികളിൽ മുട്ടിച്ചു. സൂചിയുടെ മൂർച്ചയുണ്ടായിരുന്നു അതിന്. ഉമിനീർ വിഴുങ്ങാൻ പോലും സുരേഷ് ഭയന്നു. കാരണം ചെറിയ ഒരു ചലനം പോലും ആ കമ്പിയുടെ കൂർത്ത മുന തൻ്റെ കഴുത്തിൽ തുള വീഴ്ത്തുമെന്ന് അവന് തോന്നി. കമ്പി പിടിച്ച് നിന്നയാൾ വീണ്ടും പറഞ്ഞു. നീ ചെയ്ത തെറ്റനുസരിച്ച് തരാവുന്ന ഏറ്റവും ചെറിയ ശിക്ഷയാണ് മരണം. നീ അവരെ കൊന്നിട്ടില്ല എങ്കിൽ പോലും ആ ക്രൂരകൃത്യത്തിന് കൂട്ടുനിന്നു. അത് കൊലപാതകത്തേക്കാൾ വലിയ തെറ്റാണ്. അവന് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. പിന്നിൽ നിന്ന് ഒരാൾ പിറുപിറുത്തു. മുന്നിൽ നിന്ന് അയാൾ കമ്പി മാറ്റി. പറയാനുള്ളത് വേഗം പറഞ്ഞോട്ടെ സുരേഷേ, ഞങ്ങൾക്ക് സമയം കുറവാണ്. അയാൾ അസ്വസ്ഥനായി. എന്നെ കൊല്ലാതിരുന്നാൽ കൊലയാളികളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. സുരേഷിൻ്റെ നാവനങ്ങി. 6 പേരും പരസ്പരം നോക്കി കണ്ണുകൾ കൊണ്ട് സംസാരിച്ചു. നിന്നെ കൊല്ലാതിരിക്കണോ എന്ന് ഞങ്ങൾ പിന്നീട് തീരുമാനിക്കും. പക്ഷേ പറയുന്ന വിവരങ്ങൾ കൃത്യമായിരിക്കണം. ഒരല്പമെങ്കിലും കള്ളം ഉണ്ടെന്ന് തോന്നിയാൽ ഈ ജന്മം പിന്നെ നിനക്ക് നാവനക്കേണ്ടി വരില്ല. പറഞ്ഞതും വലതുവശത്ത് നിന്ന ഒരാൾ ഇടം കൈ വീശി ഒരടി. സുരേഷിൻ്റെ കാതടക്കം. അതിനുള്ളിൽ തേനീച്ചയുടെ ഇരുമ്പൽ പോലെ ഒന്ന് സുരേഷ് തിരിച്ചറിഞ്ഞു. ഒടിയും പോലെ കഴുത്ത് മറുവശത്തേക്ക് ചെരിഞ്ഞു. വിജയ അവൻ്റെ മുടിയിൽ കുത്തിപ്പിടിച്ച് തല നേരെ വെച്ചു. എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരാമോ? കെഞ്ചുകയായിരുന്നു അയാൾ. ഇല്ല, വിഷം കുടിച്ചു കഴിഞ്ഞ് പ്രസീതയും ആനന്ദരാജും ഒരിറ്റ് വെള്ളത്തിനായി നിന്നോടൊക്കെ കെഞ്ചി കാണില്ലേ? അതുകൊണ്ട് നീയും കുടിക്കണ്ട. വല്ലാതെ കുഴഞ്ഞുപോയി സുരേഷ്. ഒന്നാമത് നന്നായി മദ്യപിച്ചിരുന്നു. വിയർത്ത ശരീരത്തിലെ ജലാംശം മുഴുവൻ വറ്റിപ്പോയിരിക്കുന്നു. നോക്ക്. മുന്നിൽ നിന്നയാൾ കൂർത്ത കമ്പി കൊണ്ട് അവൻ്റെ നെഞ്ചിലൊന്ന് വരച്ചു. നീ സത്യങ്ങൾ തുറന്നു പറയേണ്ടത് ഒരു ക്യാമറയ്ക്ക് മുന്നിലാണ്. ആരും നിർബന്ധിച്ച് പറയിക്കുന്നതാണെന്ന യാതൊരു തോന്നലും ഉണ്ടാവാൻ പാടില്ല. സമ്മതിച്ചടാ? സമ്മതിച്ചു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഒരാൾ വാതിൽ തുറന്ന് അപ്പുറത്തേക്ക് പോയി. തിരികെ വന്നത് ഒരു വീഡിയോ ക്യാമറയുമായിട്ടാണ്. അത് അയാൾ സുരേഷിൻ്റെ മുന്നിൽ സ്റ്റാൻഡിൽ വെച്ചു. ദൃശ്യം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തി. ബാക്കിയുള്ളവരും ക്യാമറയ്ക്ക് പിന്നിലേക്ക് മാറി. വിജയ സുരേഷിൻ്റെ കൈകളിലേക്ക് അഴിച്ചു. കസരയിൽ നിന്ന് എഴുന്നേറ്റ് പോകരുത്, അവന് ഒരു മുന്നറിയിപ്പ് നൽകി. സുരേഷ് ശ്വാസം വലിച്ചുവിട്ടു. പ്രസീതരെ വീട്ടിലെത്തിയപ്പോൾ മുതൽ ഉണ്ടായ കാര്യങ്ങൾ, അവിടെ എത്തിയത് ആരൊക്കെ തുടങ്ങി എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞേക്കണം. ഞങ്ങൾ ഒന്നും അങ്ങോട്ട് ചോദിക്കില്ല. മനസ്സിലായോടാ? കമ്പിയുമായി നിന്നയാൾ അത് ചൂണ്ടി. മനസ്സിലായി. എങ്കിൽ പറഞ്ഞു തുടങ്ങിക്കോ. വീഡിയോ ക്യാമറ ഒരാൾ ഓൺ ചെയ്തു. ഒരു നിമിഷം ചിന്തിച്ചിരുന്നു സുരേഷ്. അവൻ്റെ മനസ്സിൽ ആ രംഗങ്ങൾ തെളിഞ്ഞു. അത് അക്ഷരങ്ങളായി നാവിൻ തുമ്പിൽ നിന്ന് അടർന്നു. പുലർച്ചെ 2 മണി. 2 ഓട്ടോകളിലാണ് ആ സംഘം തൂക്കുപാലത്തിലെത്തിയത്. സുരേഷിൻ്റെ ഓട്ടോയിൽ അമ്മണിയും തെക്കേ മലക്കാരനുമായ ഒരു ഗുണ്ട സലീമും. അയാൾ അമ്മണിയുടെ ബോഡി ഗാർഡാണ് എന്ന് പറയാം. അടുത്ത ഓട്ടോയിലെ ഡ്രൈവറെ കൂടാതെ ചിലന്തി സോമനും ഡാനിയും. അവരെ അമ്മണി വിളിച്ചതാണ്. ഓട്ടോകൾ രണ്ടും പ്രസീതര വീടിന് അല്പ അകലെ തിരിച്ചിട്ടു. ഒരാവശ്യം വന്നാൽ രക്ഷപ്പെടാൻ. പിന്നെ എല്ലാവരും പ്രസീതര വീട് ലക്ഷ്യമാക്കി നടന്നു. വീടിനുള്ളിൽ വെളിച്ചമുണ്ടെന്ന് കണ്ടു. സിറ്റൗട്ടിൽ അല്പനേരം അവർ കാത്തുനിന്നു. അകത്തുനിന്ന് സംസാരം കേൾക്കാം. പ്രസീത പറയുന്നു. രാജേട്ടാ, ഇത്തിരി വല്ലതുമെങ്കിലും കഴിക്കേ. ഒരുപാട് മരുന്ന് കഴിക്കുന്ന ആളല്ലേ. ആ സ്ത്രീ വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ച് പോയെന്ന് കരുതി ചേട്ടൻ വിഷമിക്കുന്നത് എന്തിനാ? എന്നാലും എനിക്ക് എന്തോ അരുതായ്മ തോന്നുന്നു. അവർ വരും, നമ്മളെ കൊല്ലും. ആനന്ദരാജിൻ്റെ നനഞ്ഞ ശബ്ദം. അത് കേട്ട് അമ്മണി കൂടെ വന്നവരെ തോണ്ടി. മരണം അടുത്തെത്തിയത് അവർ അറിഞ്ഞിട്ടില്ല. എന്നാലും ചേച്ചി, കൊന്നു കളയാനോ? പ്രത്യേകിച്ചും ആ പെണ്ണിനെ. സുരേഷ് അമ്മണിയുടെ കാതിൽ തിരക്കി. മിണ്ടരുത് നീ. അവളെ കണ്ടപ്പോൾ നിനക്കുണ്ടായ ഒരു പുളച്ചിൽ ഞാൻ രാവിലെ മനസ്സിലാക്കിയതാടാ. പതിഞ്ഞ ശബ്ദത്തിലാണെങ്കിലും അമ്മണി ചീറി. അകത്തുനിന്ന് പിന്നെയും ശബ്ദം കേട്ടു. പ്രസീത പറയുന്നു. രാജേട്ടൻ സങ്കടപ്പെടാതെ. രാവിലെ ഞാൻ പോയി SI വിജയയെ കാണാം. എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം. വിജയ ഒരു പോംവഴി ഉണ്ടാക്കി തരും. ചേട്ടൻ ഈ ചോറ് കഴിക്കേ. ഒരു വിജയ. അമ്മണി പല്ലിറുമി. അവൾക്കും വച്ചിട്ടുണ്ട് ഞാൻ. അവർ തിരിഞ്ഞ് ഡാനിയെ തോണ്ടി. ഇനി താമസിപ്പിക്കണ്ട, ചവിട്ടി തുറക്ക്. ഡാനി 2 അടി പിന്നിലേക്ക് മാറി. ശേഷം കാലുയർത്തി ഒറ്റ ചവിട്ട്. ഒരു കൊളുത്ത് മാത്രമേ വാതിലിൽ ഇട്ടിരുന്നുള്ളൂ. അത് ഇളകി. വാതിൽ പാളി അകത്തേക്ക് മാറി ഭിത്തിയിൽ ചെന്നിടിച്ച് തിരിച്ചു വന്നു. ചിലന്തി സോമൻ ആ പാളിയിൽ പിടിച്ചു. അടുത്ത നിമിഷം എല്ലാവരും അകത്തേക്ക് പാഞ്ഞു കയറി. വാതിൽ ഇളകുന്ന ശബ്ദം കേട്ട് ആനന്ദരാജിൻ്റെ വായിലേക്ക് ചോറ് വെച്ചു കൊടുക്കാൻ ഭാവിക്കുകയായിരുന്ന പ്രസീത ചാടി എഴുന്നേറ്റു. മുന്നിൽ അമ്മണിയെയും സംഘത്തെയും കണ്ട് വിരലുകൾക്കിടയിലൂടെ ചോറ് ആനന്ദരാജിൻ്റെ നെഞ്ചിലേക്ക് വഴുതി വീണു. ആഹാ, 2 പേരും കൂടി സദ്യയുണ്ണുകയാണ് അല്ലേ? പരിഹസിച്ചുകൊണ്ട് അമ്മണി കട്ടിലിൽ നിന്ന ചോറിൻ്റെ പാത്രത്തിലേക്കും ഇരുവരുടെയും മുഖത്തിലേക്കും മാറി മാറി നോക്കി.
പ്രസീതയുടെ മുഖം ചുവന്നു. മര്യാദയ്ക്ക് നിങ്ങൾ പോയിക്കോ, അല്ലെങ്കിൽ ഞാൻ ബഹളം വെച്ച് ആളെ കൂട്ടും. അവൾ എച്ചിൽ കൈ ചൂണ്ടി. ബഹളം പോയിട്ട് നീ ഒന്ന് വാ തുറക്കത്ത് പോലുമില്ലടി. ചിലന്തി സോമനും ഡാനിയും അമ്മണിക്ക് ഇരുഭാഗത്തു നിന്നു. ദയവ് ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കരുത്. ആനന്ദ്രാജ് കൈക്കൂപ്പി. അതിൻ്റെ അവസരമൊക്കെ പോയി ആനന്ദ, സമയം കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും അനുസരിച്ചില്ല. അപ്പോഴിനി ഞങ്ങളുടെ ഊഴം, തീരുമാനവും ഞങ്ങളുടേത് മാത്രം. അമ്മണി മുന്നോട്ട് നീങ്ങി നിന്നു. നിങ്ങളുടെ മുന്നിൽ ഞാൻ 2 ഓപ്ഷനുകൾ വയ്ക്കുകയാണ്. ഒന്ന്, ഈ ഇരിക്കുന്ന ചോറിൽ ഞങ്ങൾ വിഷം ഒഴിക്കും. അവസാനമായി ഭാര്യയ്ക്കും ഭർത്താവിനും അത് പരസ്പരം വാരി കൊടുക്കാം. ഒരേപോലെ അങ്ങേ ലോകത്തേക്ക് പോകാം. 2, അതല്പം കടന്ന കർമ്മമാണ് കേട്ടോ. അമ്മണി ഒന്ന് നിർത്തി നേരത്തെ ചിരിയോടെ തൻ്റെ ഒപ്പം വന്നവർക്ക് നേരെ കണ്ണയച്ചു. ഇവരാണെങ്കിൽ ഈ പെങ്കൊച്ചിനെ കണ്ട് കൊതിമൂത്ത് നിൽക്കുകയാ. ആനന്ദ, നിന്റെ മുന്നിലിട്ട് ഇവന്മാരിവളെ പിച്ച് ചീന്തിക്കൊല്ലും. പിന്നെ നിന്നെയും. അത് വേണോ? ആദ്യത്തെ മാർഗമാണോ നിനക്കിഷ്ടം? ആനന്ദരാജ് ദയനീയമായി പ്രസീതയെ നോക്കി. ശില പോലെ നിൽക്കുകയാണ് അവൾ. എങ്കിലും 2 കവിളുകളിലൂടെയും നനവിൻ്റെ ഒരു വര ഒലിച്ചിറങ്ങുന്നു. തങ്ങളുടെ വിധി തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് അവൾക്കുണ്ടായതുപോലെ. പ്രസീതേ, ആനന്ദരാജിൻ്റെ ചിലമ്പിച്ച ശബ്ദം. അവൾ ദയനീയ ഭാവത്തിൽ അയാൾക്ക് നേരെ തിരിഞ്ഞു. ഇവിടെ ഇരിക്കേ, എൻ്റെ അടുത്ത്. യാന്ത്രികമായി പ്രസീതയായിരുന്നു. നമ്മളെപ്പോലെയുള്ളവർക്ക് ഇവിടെ ജീവിക്കാൻ അർഹതയില്ല. ഇവിടുത്തെ നിയമവും നിയമപാലകരും മാത്രമല്ല, ദൈവങ്ങൾ പോലും നമുക്ക് കൂട്ടില്ല. എന്തിനാ മോളെ നമ്മളിങ്ങനെ ഇഞ്ചിഞ്ചായി മരിക്കുന്നത്? പ്രസീതയുടെ നാവനങ്ങിയില്ല. അവൾ ഭർത്താവിൻ്റെ നെഞ്ചിലേക്ക് വീണ് തേങ്ങി. ആനന്ദരാജ് അവളുടെ മുടി പിന്നിലേക്ക് മാടിയൊതുക്കി. പിന്നെ അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി. തുടർന്ന് അയാൾ അമ്മണിയോട് പറഞ്ഞു, ഞങ്ങളുടെ ശവമല്ലേ നിങ്ങൾക്ക് വേണ്ടത്? ചോറിലേക്ക് വിഷമൊഴിച്ചോളൂ. രാജേട്ടാ, അലറുപോലെ പ്രസീത വിളിച്ചു. പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല. അത് തൊണ്ടയിൽ കുരുങ്ങി വീണു. അതെ മോളെ, നിന്നെ ഈ കഴുകന്മാർ പിച്ച് ചെയ്യുന്നത് കാണാനുള്ള കരുത്ത് എനിക്കില്ല. അതിലും ഭേദം മരണമാണ്. നമുക്കൊന്നിച്ച് മരിക്കാം. മരണത്തിൽ പോലും നമ്മളെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്ന് നമ്മുടെ വിവാഹത്തെ എതിർത്ത എല്ലാ അവന്മാരും കാണട്ടെ. ആ സംസാരമൊന്നും ശ്രദ്ധിച്ചില്ല അമ്മണി. അവർ സലീമിനെ നോക്കി കണ്ണുകൊണ്ട് ഒരാംഗ്യം കാണിച്ചു. സലീം പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ കുപ്പിയെടുത്ത് തുറന്നു. പിന്നെ ചോറിലേക്ക് ചരിച്ചു. വിഷത്തിൻ്റെ രൂക്ഷഗന്ധം മുറിയിൽ പരന്നു. വിറപ്പൂണ്ട വിരലുകൾ കൊണ്ട് ആനന്ദരാജ് വിഷം ഇളക്കി. ക്രൂരമായ ഒരു ആനന്ദത്തോടെ അമ്മിണിയും സംഘവും അത് നോക്കി നിന്നു. ആനന്ദരാജ് പ്രസീതയെ മെല്ലെ തൻ്റെ നെഞ്ചിൽ നിന്നുയർത്തി. ഒരു ഉരുള ചോറ് അയാളുടെ കൈവെള്ളയിൽ ഉണ്ടായിരുന്നു. മോളെ, വാ തുറക്ക്. രാജേട്ടാ, പ്രസീത നിലവിളിച്ചു. ദേ, ഒന്ന് വേഗം വേണം. അമ്മിണി തിടുക്കം കൂട്ടി. സെൻറ്റിമെൻറ്റ്സിനൊക്കെ 2 പേർക്ക് ഇഷ്ടം പോലെ സമയം കിട്ടും അങ്ങ് പരലോകത്ത്. തിളയ്ക്കുന്ന കണ്ണുകൾ കൊണ്ട് പ്രസീത അമ്മിണിയെ നോക്കി. നിങ്ങളൊരു സ്ത്രീയാണോടി? ഈ ചെയ്യുന്നതൊക്കെ 100 മടങ്ങായി അനുഭവിക്കും. ഇതെൻ്റെ ശാപമാടി. കോപ്പ്, അമ്മണി പുച്ഛിച്ചു. അതൊക്കെ ഞാനങ്ങ് അനുഭവിച്ചോളാം. നീ ചോറ് തിന്നുന്നോ അതോ? പ്രസീത പെട്ടെന്ന് ആനന്ദരാജിനെ നോക്കി വാ തുറന്നു. വിറപ്പൂണ്ട വിരലുകൾ കൊണ്ട് അയാൾ അവളുടെ വായിലേക്ക് ചോറ് വെച്ചു കൊടുത്തു. ആരോടോ പുക വീട്ടുന്നത് പോലെ പ്രസീത ആ ചോറ് തിന്നു. പിന്നെ ശക്തമായ നീറ്റൽ അനുഭവിക്കുന്നത് കണക്കെ നെഞ്ചിൽ തടവി. രാജേട്ടാ, എനിക്ക് വെള്ളം വേണം. ഇച്ചിരി വെള്ളം അവൾക്ക് കൊടുക്കാമോ? അയാൾ അമ്മണിയെ നോക്കി. ഇല്ല, വെള്ളം കുടിച്ചാൽ ചിലപ്പോൾ ഛർദ്ദിക്കും. ആൾ മരിക്കത്തില്ല. അത് പിന്നെ ഞങ്ങൾക്ക് കൂടുതൽ ജോലിയാകും. അമ്മണി പ്രസീതയുടെ മുടിക്കുത്തിൽ പിടിച്ചുയർത്തി. വേഗം ചോറ് വാരി ഇവൻ്റെ അണ്ണാക്കിലോട്ട് വയ്ക്കടി. ഇല്ല, എന്നെ കൊന്നാലും ഞാനത് ചെയ്യില്ല. നെഞ്ചിൽ തടവിക്കൊണ്ട് പ്രസീത ചീറി. അമ്മണി വെട്ടിത്തിരിഞ്ഞു. ഡാനി, പിടിക്കടാ. ഒപ്പം വന്നവർക്കും കാര്യം മനസ്സിലായി. അവർ പ്രസീതയെ പിടിച്ചു മാറ്റി. സലീം ഒരു ഉരുള ചോറെടുത്തു. തുറക്കട വായ്. ആനന്ദരാജ് വായി തുറന്നു. സലീം അത് അയാളുടെ വായിലേക്ക് കുത്തിത്തിരിക്കി. പിന്നെ അയാൾ അത് കഴിക്കുവോളം വാ അടച്ചു പിടിച്ചു. ഈ ചോറും പാത്രവും മാറ്റിക്കോ. നിന്റെ വിരലടയാളം ഇതിൽ കാണും, അമ്മണി കൽപ്പിച്ചു. ഡാനി പാത്രം എടുത്തുകൊണ്ട് പോയി. നിമിഷങ്ങൾ. ആനന്ദരാജും പ്രസീതയും വെട്ടിപ്പിടയാൻ തുടങ്ങി. അമ്മണി പ്രസീതയെ ആനന്ദരാജിൻ്റെ അടുത്തേക്ക് തള്ളി. പിന്നെ എല്ലാവരും തിടുക്കത്തിൽ അവിടെ നിന്നിറങ്ങി. സുരേഷ് പറഞ്ഞു നിർത്തി. SI വിജയ വീഡിയോ ക്യാമറ ഓഫ് ചെയ്തു. പിന്നെ കൊടുങ്കാറ്റ് പോലെ കുതിച്ച് സുരേഷിൻ്റെ നെഞ്ചിന് ആഞ്ഞു ചവിട്ടി. കസേരയോടൊപ്പം സുരേഷ് പിന്നിലേക്ക് മലർന്നു വീണു. രോഷം തീരാതെ വീണ്ടും വീണ്ടും അവനെ ചവിട്ടി വിജയ. ഇനി ചവിട്ടിയാൽ ഇവൻ ചത്തുപോകുമടി. മറ്റുള്ളവർ അവളെ പിടിച്ചു മാറ്റി. ചാകട്ടെ, ഇവനൊക്കെ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് അതാ. അവൾ കുതറി. പക്ഷേ മറ്റുള്ളവർ പിടിവിട്ടില്ല. വിജയെ, കൂർത്ത കമ്പി പിടിച്ചിരുന്ന ആൾ അവളെ ബോധ്യപ്പെടുത്തി. ഇവൻ മരിക്കാൻ പാടില്ല. കാരണം ഇവിടെ വെച്ച് അനുഭവിച്ചതൊക്കെ ഇവൻ ചെന്ന് പറയണം മറ്റുള്ളവരോട്. വിജയ ഒന്നയഞ്ഞു. സുരേഷ് വല്ലവിധേനയും തറയിൽ നിന്ന് എഴുന്നേറ്റു. വാരിയലുകൾ ഒടിയുന്നത് പോലെയുള്ള വേദന. ഇനി ഇച്ചിരി വെള്ളം തരാമോ? വെള്ളമല്ല നിനക്ക് തരാൻ പോകുന്നത്. ഒരാൾ പോയി ഒരു കുപ്പി മദ്യം കൊണ്ടുവന്നു. മറ്റുള്ളവർ കസേര നേരെയിട്ടിട്ട് വീണ്ടും സുരേഷിനെ അതിലിരുത്തി ബന്ധിച്ചു. പിന്നെ ബലമായി അവൻ്റെ കവിളിൽ കുത്തിപ്പിടിച്ചു. താറാവിൻ്റെ കഴുത്ത് വെച്ച് പിരിക്കുന്നത് പോലെ അയാൾ മദ്യക്കുപ്പിയുടെ അടപ്പ് തുറന്നു. പിന്നെ സുരേഷിൻ്റെ വായിലേക്ക് കടത്തി. പശുവിനെ മരുന്ന് കൊടുക്കുന്നത് പോലെ ഒരു കുപ്പി മദ്യവും അവർ അവനെ കൊണ്ട് കുടിപ്പിച്ചു. കുറച്ച് സുരേഷിൻ്റെ മീശയിലും താടിയിലും പറ്റിയിരുന്നു. വിജയ ഒരു തീപ്പെട്ടിക്കമ്പൊരിച്ച് അവിടേക്കെറിഞ്ഞു. ഒരു നീലജ്വാല സുരേഷിൻ്റെ മുഖം പൊതിഞ്ഞു. മീശ കരിയുന്ന ഗന്ധം. ഹാ!
തീയിൽ വീണ പാമ്പിനെ പോലെ സുരേഷ് പിടഞ്ഞു. മദ്യത്തിലെ സ്പിരിറ്റ് എരിഞ്ഞു തീർന്നതും തീയണഞ്ഞു. മീശയും പുരികവും കൺപീലികളും കരിഞ്ഞ് ഒരു പ്രത്യേക രൂപത്തിൽ എത്തിയിരുന്നു സുരേഷ്. മദ്യലഹരി കാരണം അവൻ വല്ലാതെ കുഴഞ്ഞു. ആ രാത്രിയിൽ തന്നെ പന്നിവേലിച്ചിറയിലെ ഫിഷ് ഫാമിനരികിൽ അബോധാവസ്ഥയിലായ സുരേഷിൻ്റെ ശരീരം വലിച്ചെറിയപ്പെട്ടു. പന്നിവേലിച്ചിറയിൽ തമിഴ്നാട്ടുകാരായ കുറേയേറെ തൊഴിലാളികൾ താമസിക്കുന്നുണ്ട്. വെളുപ്പിന് തന്നെ പണിക്ക് പോകുന്നവർ. രാവിലെ തെക്കേമലയിൽ അവർ ഒത്തുകൂടും. അതിനുശേഷമാണ് ഓരോ ഭാഗത്തേക്ക് പോകുക. അതിന് വേറെ ബ്രോക്കർമാരുണ്ട്. പുലർച്ചെ തെക്കേമലയ്ക്ക് പോകുകയായിരുന്നു തങ്കവേലുവും ഭാര്യ പൂഞ്ചോലയും. അവരാണ് റോഡരികിലെ ട്രാൻസ്ഫോർമറിനരികിൽ ഒരാൾ കിടക്കുന്നത് കണ്ടത്. തങ്കവേലു സംശയത്തോടെ അടുത്ത് ചെന്ന് നോക്കി. അത് സുരേഷാണെന്ന് കണ്ട് അയാൾ ബഹളം കൂട്ടി. സുരേഷിനെ നേരത്തെ അയാൾക്കറിയാം. ബഹളം കേട്ട് ആളുകൾ ഓടിക്കൂടി. വിവരം അമ്മിണി അറിഞ്ഞു. അവർ പാഞ്ഞെത്തി. മുഖം പൊള്ളി വീർത്തിരിക്കുന്നു. അമ്മിണി വല്ലാതെ ഒന്ന് നടുങ്ങി. ഇന്നലെ രാത്രിയിൽ കുഴിക്കാലേക്ക് ഓട്ടം പോയവനാണ്. ഒരു യുവതിയെയും കൊണ്ടുവരാമെന്ന് പറഞ്ഞ്. പിന്നീട് താൻ വിളിച്ചപ്പോഴൊക്കെ ഫോൺ ബല്ലടിച്ച് നിൽക്കുകയായിരുന്നു. അമ്മിണി സുരേഷിൻ്റെ അരികിലിരുന്നു. അവനെ കുലുക്കി വിളിച്ചു. എടാ സുരേഷേ, എന്തു പറ്റിയതാണിത്? സുരേഷ് ഒന്ന് ഞരങ്ങി. അവൻ്റെ ചുണ്ടുകൾ എന്തോ മന്ത്രിച്ചു. അമ്മിണി അവൻ്റെ മുഖത്തേക്ക് കാതു ചേർത്തു. എന്താടാ? വെള്ളം. അമ്മിണി തലയുയർത്തി ചുറ്റും കൂടി നിൽക്കുന്നവരെ നോക്കി ചീറി. എന്താടാ നോക്കി നിൽക്കുന്നത്? വേഗം വെള്ളം കൊണ്ടുവാടാ. അമ്മിണിയുടെ സ്വഭാവം അവർക്ക് നന്നായി അറിയാം. ഒരാൾ അടുത്ത വീട്ടിലേക്ക് ഓടി ഒരു മഗ്ഗിൽ വെള്ളം കൊണ്ടുവന്നു. അമ്മിണി അത് വാങ്ങി സുരേഷിൻ്റെ ചുണ്ടു പിളർത്തി അവിടേക്ക് കുറേശ്ശെ ഒഴിച്ചു. ഒരുപാട് കാലം വെള്ളം കിട്ടാതിരുന്നതിൻ്റെ ആർത്തിയോടെ സുരേഷ് വെള്ളം കുടിക്കാൻ ശ്രമിച്ചു. പക്ഷേ കഴിയുന്നില്ല. തൊണ്ട ഒട്ടിപ്പോയതുപോലെ അവൻ്റെ കടവായിലൂടെ വെള്ളം ഇരുവശത്തേക്കും ഒലിച്ചിറങ്ങി. ഒരു വണ്ടി കൊണ്ടുവാട വേഗം, അമ്മിണിയുടെ അടുത്ത കൽപ്പന. അപ്പോൾ ആ വഴി ഒരു കാർ വന്നു. ആളുകൾ അത് കൈ കാണിച്ച് നിർത്തി. അതിൽ നിറയെ ആളുകളുണ്ടായിരുന്നു. ഈ ആളിനെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണം, ഒരാൾ കാറുകാരോട് പറഞ്ഞു. ഞങ്ങൾ അത്യാവശ്യമായി എയർപോർട്ടിൽ പോകുക. മാത്രമല്ല ഇതിൽ സ്ഥലവുമില്ല, ഡ്രൈവർ അറിയിച്ചു. അമ്മിണി അത് കേട്ടു. കൊടുങ്കാറ്റ് പോലെ അവർ സുമേഷിൻ്റെ അരികിൽ നിന്ന് എഴുന്നേറ്റു. സ്ഥലം ഞാൻ ഉണ്ടാക്കിത്തരാമെടാ. പിന്നെ അമ്മിണി പറഞ്ഞത് പുഴുത്ത തെറിയാണ്. ഒപ്പം അവർ ബലമായി പിന്നിലെ ഡോർ തുറന്നു. സ്ത്രീകളും കുട്ടികളുമായിരുന്നു ആ സീറ്റിൽ. ഇങ്ങോട്ട് ഇറങ്ങിനടി. ഏത് നരകത്തിൽ പോകുവാണേലും ആശുപത്രിയിൽ എൻ്റെ ചെറുക്കനെ കൊണ്ടുപോയിട്ട് മതി. വെട്ടിത്തിരിഞ്ഞ് അവർ ജനങ്ങളെ നോക്കി നിൽക്കാതെ ഇങ്ങോട്ട് എടുത്തു കയറ്റടാ. 4-5 പേർ ചേർന്ന് സുരേഷിനെ കാറിൻ്റെ പിൻസീറ്റിലേക്ക് എടുത്തു കയറ്റി. കാറിലുള്ളവർക്ക് എതിർക്കാനോ മിണ്ടാനോ കഴിഞ്ഞില്ല. അമ്മിണിയും പിൻസീറ്റിൽ കയറി ഡോർ ശക്തിയിൽ അടച്ചു. വിടടാ, ഡ്രൈവറോട് അമ്മിണി അലറി. കാർ മുന്നോട്ട് നീങ്ങി. വാസുദേവൻ്റെ വീട്. മുറ്റത്ത് ആക്റ്റീവ സ്കൂട്ടർ നിന്നു. വിജയ അതിൽ നിന്ന് ഇറങ്ങി പൂമുഖത്തേക്ക് ചെല്ലുമ്പോൾ വാസുദേവൻ പത്രം നോക്കിക്കൊണ്ട് അവിടെയുണ്ടായിരുന്നു. അച്ഛനെ കണ്ട് വിജയ പരിങ്ങി. പക്ഷേ വാസുദേവൻ പത്രത്തിൽ നിന്ന് മുഖം ഉയർത്തിയില്ല. ഒന്ന് പരിങ്ങി നിന്നിട്ട് വിജയ അകത്തേക്ക് കാൽ വെച്ചു. ആ ക്ഷണം വാസുദേവൻ്റെ ശബ്ദം കേട്ടു. മോളൊന്ന് നിന്നേ. വിജയുടെ കാലുകൾ നിശ്ചലമായി. ഇന്നലെ നീ എവിടെയായിരുന്നു? അച്ഛൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകാനായില്ല വിജയ്ക്ക്. പെട്ടെന്ന് വാതിൽക്കൽ മാലിനിയും പ്രത്യക്ഷപ്പെട്ടു. അവർ മകളെ തുറച്ചു നോക്കി. വിജയുടെ മുഖം കുനിഞ്ഞു. വാസുദേവൻ്റെ ശബ്ദം വീണ്ടും ഉയർന്നു. എൻ്റെ ചോദ്യത്തിന് ഉത്തരം തന്നില്ല നീ. അച്ഛാ, അത് ഞാൻ. വിജയ പകുതിക്ക് നിർത്തി. വാസുദേവൻ പത്രം മടക്കി ടീപ്പോയിലേക്ക് ഇട്ടു. പിന്നെ തിരിഞ്ഞു. നിനക്ക് പ്രായപൂർത്തിയായി. നീ പോലീസ് ഉദ്യോഗസ്ഥയുമാണ്. സമ്മതിച്ചു. ആവശ്യമില്ലാതെ മക്കളുടെ ഒരു കാര്യത്തിലും ഇടപെടുന്നവനല്ല ഞാൻ. അത് നിനക്കും അറിയാം. എന്നാൽ അതിനെല്ലാം അപ്പുറം മറ്റൊന്നുണ്ട്. നീ ഒരു പെണ്ണാണ്. വിജയ വല്ലാതെ ഒന്നുലഞ്ഞു. അച്ഛൻ ഇത്ര ശബ്ദമുയർത്തി തങ്ങളോട് സംസാരിക്കാറില്ല. പക്ഷേ ഇപ്പോൾ. വാസുദേവൻ തുടർന്നു. നീ അറിഞ്ഞോ എന്നറിയില്ല. പന്നിവേലിച്ചിറയിൽ മുഖം പൊള്ളിയ നിലയിൽ ഒരാൾ റോഡിൽ കിടന്നിരുന്നു. സുരേഷ്, അമ്മിണിയുടെ ഓട്ടോ ഡ്രൈവർ. വിജയ മിണ്ടിയില്ല. അപ്പോഴാണ് മാലിനി അവളോട് തിരക്കിയത്. നീ എന്താടി ഇന്നലെ നാടകം കളിക്കാൻ പോയോ? മുഖത്ത് ചായ ഇരിക്കുന്നല്ലോ. പരിഭ്രമത്തോടെ വിജയ സാരി തുമ്പുയർത്തി മുഖം അമർത്തി തുറച്ചു. പിന്നെ ദടുതിയിൽ തൻ്റെ മുറിയിലേക്ക് നടന്നു. വാസുദേവൻ്റെ ശബ്ദം പിന്തുടർന്നെത്തി. തീക്കളിയാണിത്, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. മാലിനി ഭർത്താവിനെ തുറച്ചു നോക്കി. എന്താണ്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. വാസുദേവൻ്റെ മുഖത്ത് ഒരു പുച്ഛച്ചിരി മിന്നി. നിനക്ക് മക്കളെ പ്രസവിക്കാനും വളർത്താനും മാത്രമല്ലേ അറിയൂ. മാലിനിക്ക് ദേഷ്യം വന്നു. എങ്കിൽ പിന്നെ നിങ്ങളെന്താ അവളെ പിടിച്ചു നിർത്തി സത്യം പറയിക്കാത്തത്? അവർ വെട്ടിത്തിരിഞ്ഞകത്തേക്ക് പോയി. വാസുദേവൻ പ്രഭാതത്തിലെ നേർത്ത മഞ്ഞിലേക്ക് നോക്കിയിരുന്നു. വിജയ ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏത് വഴിയിലൂടെയും അത് നേടിയെടുക്കും എന്ന് അയാൾക്കറിയാം. പെണ്ണാണെങ്കിലും അവൾക്ക് ആണുങ്ങളുടെ ജന്മമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വിജയ ബാത്റൂമിൽ കയറി. ആദ്യം മുഖത്ത് ശരിക്ക് സോപ്പ് തേച്ച് കഴുകിയിട്ട് കണ്ണടയിൽ നോക്കി. ചായം പോയിരിക്കുന്നു. എന്നാലും അമ്മ അത് കണ്ടുപിടിക്കുമെന്ന് കരുതിയില്ല. ധൃതിക്കിടയിൽ കഴുകി കളഞ്ഞതാണ്. പക്ഷേ അവിടെ അല്പം ഇരുന്നു പോയി. ഇനി അമ്മയുടെ ചോദ്യങ്ങൾക്ക് എന്ത് മറുപടി പറയും എന്ന് അവൾ ചിന്തിച്ചു. തൃപ്തികരമായ ഉത്തരം കിട്ടുന്നതുവരെ അമ്മ ചോദിച്ചുകൊണ്ടേയിരിക്കും. വിജയ കുളി കഴിഞ്ഞ് വേഷം മാറി. തൻ്റെ ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്തതിൽ മേലാളന്മാർക്ക് അതൃപ്തിയുണ്ടാകും എന്ന് അവൾക്കറിയാം. സുരേഷിനോട് അങ്ങനെ ചെയ്തതിൽ ഒട്ടും കുണ്ഠിതം തോന്നിയില്ല വിജയ്ക്ക്. അവൻ മാത്രമല്ല, ഒപ്പം ഉണ്ടായിരുന്നവരും അത് അർഹിക്കുന്നു. പോലീസായി കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നതായിരുന്നു തീരുമാനം. പക്ഷേ പലതിൻ്റെയും മുന്നിൽ കാക്കി നിസ്സഹായയായപ്പോൾ
തങ്ങൾ ചിലർ ചേർന്ന് ഒരു തീരുമാനമെടുത്തു. ഒരേ സമയം സർവീസിൽ കയറിയ തങ്ങൾ 6 പേർ. സമാന ചിന്താഗതിക്കാർ, ജനങ്ങളെ സേവിക്കണമെന്ന് വിചാരിക്കുന്നവർ, നിയമം തോൽക്കുന്നിടത്ത് പ്രതികരിക്കണം. അതിനായി ആദ്യം തങ്ങൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. റെഡ്, അതായിരുന്നു പേര്. അതിലൂടെ തങ്ങൾ 6 പേരും ആശയങ്ങൾ കൈമാറി. അനീതിക്കെതിരെ പലതും പ്രവർത്തിച്ചു. ഒരു ഓപ്പറേഷൻ കഴിയുമ്പോൾ ഗ്രൂപ്പിൻ്റെ പേര് മാറ്റും. പ്രസീതയും ആനന്ദ്രാജും പോലെയുള്ളവർക്ക് നീതി കിട്ടിയേ മതിയാകൂ. ഒപ്പമുണ്ടായിരുന്നവർ അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു തുടങ്ങിക്കാണും. അവൾ യൂണിഫോം ധരിച്ചു. CPO നിർമ്മലയെ വിളിച്ച് വണ്ടി കൊണ്ടുവരാൻ നിർദ്ദേശിച്ചു. ഹാളിൽ ടിവിയുടെ ശബ്ദം കേട്ടു. അല്പം കഴിഞ്ഞപ്പോൾ മാലിനിയുടെ ഒച്ച. മോളെ വിജയേ, നീ ഇങ്ങോട്ട് വന്നേടി. ദേ, TV-യിൽ ഇത് കണ്ടോ? എന്താണ് കാര്യം എന്നറിയാമെങ്കിലും മുഖത്ത് ഭാവമാറ്റം ഉണ്ടാകാതെ ശ്രദ്ധിച്ചുകൊണ്ട് വിജയ ഹാളിലേക്ക് ചെന്നു. വാസ്തവനും മാലിനിയും കൂടാതെ അനൂപും സത്യനും ഉണ്ടായിരുന്നു TV-ക്ക് മുന്നിൽ. SI വിജയയും TV-യിലേക്ക് നോക്കി. സുരേഷിൻ്റെ കുറ്റസമ്മതം TV-യിൽ. അവൻ തങ്ങളോട് പറഞ്ഞത് ഒപ്പം TV കമൻറ്ററേറ്റർ പറയുന്നു. സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് ഞങ്ങളുടെ ചാനലിലേക്ക് ഈ ന്യൂസ് മെസ്സേജ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ആത്മഹത്യ എന്ന് എഴുതിത്തള്ളിയ കേസിന് ഒരു പുതിയ വഴിത്തിരിവാണിത്. മറ്റൊരു പ്രധാന കാര്യം, ഈ കുറ്റസമ്മതം നടത്തിയ സുരേഷ് എന്ന ചെറുപ്പക്കാരൻ മുഖമാകെ പൊള്ളിയ നിലയിൽ കോഴഞ്ചേരി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ബാക്കി കേൾക്കാൻ നിന്നില്ല വിജയ. ഇടം കണ്ടിട്ട് അവൾ അച്ഛനെ നോക്കി. വാസ്തവൻ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. പുറത്ത് ടൊയോട്ടയുടെ ഹോൺ. അമ്മേ, ഞാൻ ഇറങ്ങുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടും പോലെ വിജയ പുറത്തേക്ക് പോയി. നീ ഒന്നും കഴിച്ചില്ലല്ലോ? മാലിനി വിളിച്ചു ചോദിച്ചു. ഇപ്പം വേണ്ട. അവൾ ചെന്ന് പിങ്ക് പോലീസിൻ്റെ വണ്ടിയിൽ കയറി. സുമ റിവേഴ്സ് എടുത്ത് ടൊയോട്ട തിരിച്ചു. പത്തനംതിട്ട SP ഓഫീസ്. തിടുക്കത്തിൽ കയറി വന്ന DYSP അനിരുദ്ധൻ SP അരുണാചലത്തിന് മുന്നിൽ അറ്റൻഷനായി. അരുണാചലത്തിൻ്റെ മുഖം ഗൗരവപൂർണ്ണമായിരുന്നു. ഒരു നിമിഷം അനിരുദ്ധൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് SP തിരക്കി. TV-യിൽ വന്ന വാർത്ത താൻ കണ്ടല്ലോ അല്ലേ? സാർ, കണ്ടു. അനിരുദ്ധൻ്റെ തല കുനിഞ്ഞു. തനിക്ക് അതേപ്പറ്റി എന്ത് പറയാനുണ്ട്? സാർ, ഇതൊരു ഫേക്ക് ന്യൂസാണ്. ആരോ ആ ഓട്ടോ ഡ്രൈവർ കൊണ്ട് പറയിപ്പിച്ചത്. അതിനുശേഷം അവർ തന്നെയാവണം അയാളുടെ മുഖം പൊള്ളിച്ചതും. അരുണാചലം അമർത്തിയൊന്ന് മൂളി. തനിക്ക് ഉറപ്പുണ്ടല്ലോ അവരുടേത് സൂയിസൈഡാണെന്ന് അല്ലേ? സാർ, ഉണ്ട്. അരുണാചലത്തിൻ്റെ മുഖത്ത് ഒരു മന്ദസ്മിതം മിന്നി. തൻ്റെ സർവീസ് റെക്കോർഡുകൾ ഞാൻ പരിശോധിച്ചു. റേപ്പ് കേസ് 2, മർഡർ കേസ് 3. ഇതൊക്കെ പോരാഞ്ഞ് വാദിയെ പ്രതിയാക്കിയ കേസുകൾ അസംഖ്യം. ഒക്കെയും രാഷ്ട്രീയ പിൻബലത്തിൽ താൻ ചെയ്തു കൂട്ടിയതും ഊരിപ്പോയതും. ആം ഐ കറക്റ്റ്? സർ, മറുപടി നൽകാനായില്ല അനിരുദ്ധന്. SP തുടർന്നു. പക്ഷേ ഈ കേസിൽ തന്നെ ഞാൻ വിശ്വസിക്കുന്നു. സർ, അയാൾക്ക് ആശ്വാസമായി. പക്ഷേ, അരുണാചലം ബാക്കി പറഞ്ഞു. CM-ൻ്റെ ഓഫീസിൽ നിന്ന് എനിക്കൊരു കാൾ വന്നു. തന്നെ മാറ്റി നിർത്തി ഈ കേസ് ഞാൻ നേരിട്ട് അന്വേഷിക്കണമെന്ന്. അനിരുദ്ധനിൽ വല്ലാത്തൊരു നടുക്കമുണ്ടായി. ആ നടുക്കത്തിലേക്ക് SP-യുടെ വാക്കുകൾ ചിതറി വീണു. ഞാൻ അന്വേഷിക്കുമ്പോഴും തൻ്റെ നിഗമനത്തിൽ മാറ്റം ഉണ്ടായില്ലെങ്കിൽ അനിരുദ്ധ, താൻ കുറേ കാലം യൂണിഫോം അഴിച്ചു വയ്ക്കേണ്ടി വരും. തിരുവനന്തപുരത്ത് ഏതോ കൊമ്പന്മാർ പിടിമുറുക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയൊരു കാൾ വരില്ല. അനിരുദ്ധന് മറുപടി നൽകാൻ കഴിഞ്ഞില്ല. തൊണ്ടയിൽ വാക്കുകൾ മരവിച്ചു പോയി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിമിഷം തനിക്ക് എന്നോട് തുറന്നു പറയാം. അതല്ലെങ്കിൽ തന്നെ രക്ഷിക്കാൻ എനിക്ക് പോലും കഴിഞ്ഞെന്ന് വരില്ല. ഇല്ല, അങ്ങനെയൊന്നുമില്ല സാർ. അങ്ങനെ പറഞ്ഞെങ്കിലും അനിരുദ്ധൻ്റെ ശബ്ദം ദുർബലമായിരുന്നു. SP അത് തിരിച്ചറിഞ്ഞു. ദെൻ യു ക്യാൻ ഗോ സാർ. തിരിഞ്ഞു നടക്കുമ്പോൾ അനിരുദ്ധൻ്റെ കടപ്പല്ലുകൾ ചേർന്ന് ഞെരിഞ്ഞു. അയാൾ എന്തോ പിറുപിറുത്തു. അയാൾ ഹാഫ് ഡോറിൽ കൈവച്ചപ്പോഴേക്കും പിന്നിൽ നിന്ന് SP-യുടെ വിളി വന്നു. താനൊന്ന് നിന്നേ. അനിരുദ്ധൻ്റെ കാലുകൾ നിശ്ചലമായി. സംശയത്തോടെ അയാൾ തിരിഞ്ഞു നോക്കി. സാർ. അനിരുദ്ധനിൽ നിന്ന് കണ്ണുകൾ പിൻവലിക്കാതെ SP എഴുന്നേറ്റു. മേശയൊന്ന് വലം വെച്ച് അനിരുദ്ധൻ്റെ തൊട്ടു മുന്നിലെത്തി. എന്താണ് സാർ? പതർച്ചയോടെ DYSP അനിരുദ്ധൻ തിരക്കി. SP അരുണാചലം അയാളെ ആപാദചൂടം കണ്ണുകൾ കൊണ്ടൊഴിഞ്ഞു. താനിപ്പോൾ പല്ല് കടിച്ചുകൊണ്ട് പിറുപിറുത്തത് എൻ്റെ തന്തയ്ക്ക് പറഞ്ഞതാണെന്നറിയാം. അയ്യോ സാർ. അനിരുദ്ധൻ്റെ മുഖം വിളറി വെളുത്തു. SP അയാളുടെ തോളിൽ കൈവച്ചു. ഒരുപക്ഷെ താൻ കേട്ടിട്ടുണ്ടാവും. എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് ചീത്തപ്പേരുണ്ട്. അതൊക്കെ സബോർഡിനേറ്റ്സിൻ്റെ മൂക്ക് ഇടിച്ച് ചതച്ചതിനാണ് താനും. അനിരുദ്ധൻ കുടുകൂടെ വിയർത്തു തുടങ്ങി. SP-യുടെ കൈ അയാളുടെ തോളിൽ ഒന്നുകൂടി അമർന്നു. തനിക്കൊരു വിചാരമുണ്ട്. എന്ത് കേസുണ്ടായാലും രാഷ്ട്രീയ മേലന്മാരുടെ അടിവസ്ത്രം കഴുകിക്കൊടുത്ത് തലയൂരാമെന്ന്. അത് തൻ്റെ ശീലം. പിന്നെ താൻ എൻ്റെ തന്തയ്ക്ക് പറഞ്ഞാലും എനിക്കൊരു ചുക്കുമില്ല. കാരണം നല്ല തറവാട്ടിൽ പിറന്ന ഒന്നാന്തര ഒരു തന്തയുണ്ട് എനിക്ക്. അല്ലാതെ പലരെയും ചൂണ്ടിക്കാണിക്കേണ്ടി വരില്ല. അനിരുദ്ധൻ നിന്നുരുകി. തീച്ചുളയിൽ നിന്നെന്ന വണ്ണം. SP-യുടെ വാക്കുകൾ വീണ്ടും ഉയർന്നു. ഒരുത്തനും ഒരിടത്തും ഒത്താശ ചെയ്തു കൊടുക്കാറില്ല ഞാൻ. തന്നെപ്പോലെ ഫ്രോഡ് പണികൾ അറിയത്തുമില്ല. 5 പൈസ ഇന്നുവരെ കൈക്കൂലി വാങ്ങിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുത്തൻ്റെയും മുന്നിൽ തല ചൊറിഞ്ഞുകൊണ്ട് നിൽക്കേണ്ടിയും വന്നിട്ടില്ല. സർ, അതിന് ഞാൻ... അനിരുദ്ധൻ ബാക്കി പറയാൻ സമ്മതിച്ചില്ല. SP, ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മരണം സൂയിസൈഡ് അല്ലെങ്കിൽ അനിരുദ്ധ, തന്നെ ഞാൻ പൂട്ടും.
പൊളിക്കാൻ പറ്റാത്ത വിധം. SP അയാളുടെ തോളിൽ നിന്ന് കൈയെടുത്തു. പോയിക്കോ. അനിരുദ്ധൻ തിടുക്കത്തിൽ ഇറങ്ങിപ്പോയി. SP CI അലക്സ് എബ്രഹാമിനെ വിളിച്ചു. കോഴഞ്ചേരി ഹോസ്പിറ്റലിൽ കഴിയുന്ന ഓട്ടോ ഡ്രൈവർ സുരേഷിൻ്റെ മൊഴിയെടുക്കുവാൻ നിർദ്ദേശിച്ചു. മാത്രമല്ല അയാൾ വെളിപ്പെടുത്തിയ പേരുകളിൽ ഉള്ളവരെ വാച്ച് ചെയ്യുവാനും കൽപ്പിച്ചു. കോഴഞ്ചേരി ഗവൺമെൻറ് ഹോസ്പിറ്റൽ. സുരേഷിൻ്റെ അടുത്തുണ്ടായിരുന്നു അമ്മണി. എടാ, എന്താ ഉണ്ടായതെന്ന് നീ എന്നോടെങ്കിലും തുറന്നു പറ. അമ്മണി അവൻ്റെ അരികിൽ നിൽക്കുകയായിരുന്നു. സുരേഷ് പേടിയോടെ അമ്മണിയെ നോക്കി. നടുക്കുന്ന ഒരോർമ്മ അവൻ്റെ മനസ്സിൽ കിടന്നു പിടഞ്ഞു. തീപ്പൊള്ളൽ പോലെ കാതുകളിൽ ചില ശബ്ദങ്ങൾ അലയടിച്ചു. മോനെ സുരേഷേ, ഞങ്ങളോട് ഈ വെളിപ്പെടുത്തിയത് എങ്ങാനും എപ്പോഴെങ്കിലും മാറ്റി പറഞ്ഞാൽ. ഇപ്പോൾ നിന്റെ മുഖം മാത്രമേ കരിഞ്ഞുള്ളൂ. ഇനി നിന്റെ ശരീരം മുഴുവൻ കരിയും. പ്രാണൻ മാത്രം ഞങ്ങൾ ബാക്കി നിർത്തും. ശരീരം പഴുത്തളിഞ്ഞ് തൊലി പോലും ഇല്ലാതെ കിടക്കുന്നതിനെക്കുറിച്ച് സമയം കിട്ടുമ്പോൾ നീ ചിന്തിച്ചു നോക്കണം. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ പറഞ്ഞ സത്യം അങ്ങനെ തന്നെ നിലനിൽക്കണം. എടാ, അമ്മണി സുരേഷിൻ്റെ കയ്യിൽ പിടിച്ചു. പേടിക്കാതെ പറയടാ, നിന്നെ ആരും ഒന്നും ചെയ്യത്തില്ല. ഇല്ല, എനിക്കൊന്നും പറയാനില്ല. അമ്മണിയുടെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി. ഞങ്ങളെയെല്ലാം ഒറ്റിക്കൊടുത്തിട്ട് നിനക്ക് ഈ നാട്ടിൽ സുഖിച്ച് ജീവിക്കാമെന്ന് നീ കരുതല്ലേ? അത് നടക്കത്തില്ല. ഇനി ഒരു പോലീസിൻ്റെ മുന്നിലും നീ വാ തുറക്കത്തുമില്ല. അറിയാമല്ലോ നിനക്ക് തന്നെ. ചേച്ചി, എന്നെ കൊന്നോ? എന്നാലും എനിക്കൊന്നും പറയാനില്ല. അവൻ കണ്ണടച്ച് കിടന്നു. പല്ല് ഞെരിച്ചുകൊണ്ട് അമ്മണി എഴുന്നേറ്റു. ആ സമയം CI അലക്സ് എബ്രഹാം എത്തി സുരേഷിൻ്റെ മൊഴിയെടുക്കാൻ. 2 ദിവസങ്ങൾ കഴിഞ്ഞു. SP അരുണാചലം കേസ് അന്വേഷണം തുടങ്ങിയിരുന്നു. 3-ാം ദിവസം രാവിലെ DYSP അനിരുദ്ധന് ഒരു ഇമെയിൽ കിട്ടി. സസ്പെൻഷൻ ഓർഡർ. അതും കയ്യിൽ പിടിച്ചുകൊണ്ട് അയാൾ തരിച്ചു നിന്നു. എന്തുപറ്റി സാർ? അനിരുദ്ധൻ്റെ ഓഫീസ് റൂമിലേക്ക് കടന്നു വന്ന CI അലക്സ് എബ്രഹാം തിരക്കി. ഞെട്ടിയതുപോലെ DYSP CIയെ നോക്കി. മനുഷ്യ സഹജമായ പ്രവണത എന്ന വണ്ണം അയാൾ കയ്യിലിരുന്ന ഇമെയിൽ കോപ്പി ഒളിക്കുവാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ അലക്സ് എബ്രഹാം അത് കണ്ടെന്ന് ഉറപ്പായതും അനിരുദ്ധൻ മുഖഭാവം മാറ്റി. എന്തു പറയാൻ അലക്സേ? ഏതോ ഒരുത്തനും ഒരുത്തിയും ചത്തതിന് എനിക്ക് സസ്പെൻഷൻ. അലക്സ് എബ്രഹാമിൻ്റെ നെറ്റിച്ചുളിഞ്ഞു. സാർ? അനിരുദ്ധൻ ആ കടലാസ് ചുരുട്ടി വേസ്റ്റ് കുട്ടയിലേക്ക് എറിഞ്ഞു. തനിക്കറിയാമല്ലോ അലക്സേ, സസ്പെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കരിയിലയുടെ വില പോലും കൽപ്പിക്കുന്നവനല്ല ഞാൻ. SP സാറ് ഏതാണ്ടൊക്കെ അങ്ങ് കണ്ടെത്തിയെന്നും എൻ്റെ നിരുത്തരവാദപരമായ അന്വേഷണം മൂലമാണ് കൊലപാതകം ആത്മഹത്യയായതുമെന്നുമാണ് കേസ്. പക്ഷേ ഞാൻ ആരാണെന്നും എൻ്റെ പവർ എന്താണെന്നും അറിയാൻ പോകുന്നതേയുള്ളൂ അയാൾ. അനിരുദ്ധൻ്റെ പല്ലുകൾ ചേർന്ന് ഞെരിഞ്ഞു. അലക്സ് എബ്രഹാം മിണ്ടിയില്ല. താനാണല്ലോ ആ ഓട്ടോ ഡ്രൈവറുടെ മൊഴിയെടുക്കാൻ പോയത്. എന്നിട്ട് അയാൾ എന്ത് പറഞ്ഞു? അയാളൊന്നും വിട്ടു പറയുന്നില്ല സാർ. പക്ഷേ ഇന്നലെ SP സാർ നേരിട്ട് പോയി അയാളെ കണ്ടു. അയാൾ വല്ലതും പറഞ്ഞിട്ടുണ്ടാവണം. അതാണല്ലോ. CI പകുതിക്ക് നിർത്തി. അനിരുദ്ധൻ കനത്തിൽ മൂളി. പിന്നെ വേഗം അവിടെ നിന്നിറങ്ങി. ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് അയാൾ ഒരു ബുള്ളറ്റ് ബൈക്കിലാണ് വെട്ടിപ്പുറത്തേക്ക് പോയത്. മുൻ ആഭ്യന്തരമന്ത്രി രാജസേനൻ്റെ ബംഗ്ലാവിലേക്ക്. അയാളും മകൻ രാഹുലും സ്ഥലത്തുണ്ടായിരുന്നു. അനിരുദ്ധനെ കണ്ടതേ രാജസേനൻ പറഞ്ഞു. വാടോ, വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. താൻ ഇതൊന്നും കാര്യമാക്കണ്ട. ഏറിയാൽ 3 മാസം താൻ വീണ്ടും സർവീസിലെത്തും. വിത്ത് പ്രൊമോഷൻ. ആ സമയം ഞാൻ വീണ്ടും മന്ത്രിയായിരിക്കും. അനിരുദ്ധൻ സെറ്റിയിലിരുന്നു. പക്ഷേ SP അരുണാചലം സാറ് എന്തൊക്കെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ സാർ. മാത്രമല്ല ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് SPക്ക് നല്ല പിന്തുണയും കിട്ടുന്നുണ്ട്. അതും എനിക്കറിയാം. രാജസേനൻ എഴുന്നേറ്റ് അസ്വസ്ഥനായിട്ട് മുറിയിലൂടെ 2-3 ചാൽ നടന്നു. കാര്യം മറ്റൊന്നുമല്ല അനിരുദ്ധ. കിഴവൻ CMന് ഞാൻ തിരികെ മന്ത്രിസഭയിലെത്തുന്നതിനോട് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് അയാൾ എന്ത് നാറിയ കളിയും നടത്തും. അനിരുദ്ധനും എഴുന്നേറ്റു. അതുവരെ എല്ലാം കേട്ടിരുന്ന രാഹുലിനെ ഒന്ന് നോക്കി. അവന് യാതൊരു ഭാവമാറ്റവുമില്ല. ഇതൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്ന ഭാവമാണ് മുഖത്ത്. ഉള്ളുകൊണ്ട് DYSPക്ക് അവനോട് പക തോന്നി. ഈ പെണ്ണ് പിടിയാൻ കാരണമാണ് എല്ലാം. അനിരുദ്ധ, പെട്ടെന്ന് നടത്തം നിർത്തി രാജസേനൻ അയാൾക്ക് നേരെ തിരിഞ്ഞു. സർ, ഓട്ടോ ഡ്രൈവർ കോടതിയിൽ ഒരു മൊഴിയും കൊടുക്കാൻ പോകുന്നില്ല. പിന്നെ കല്ലിൽ വെച്ച് അരച്ച് പിഴിഞ്ഞാലും ചിലന്തി സോമനോ ഡാനിയോ അമ്മണിയോ ഒന്നും വിട്ടു പറയത്തുമില്ല. ഓട്ടോ ഡ്രൈവറുടെ റെക്കോർഡ് ചെയ്ത മൊഴിയല്ലാതെ എന്തുണ്ട് കോടതിയിൽ അരുണാചലത്തിന് നിരത്തുവാൻ? അത് ശരിയാണെന്ന് അനിരുദ്ധന് തോന്നി. ആ നേരം അടുത്ത നീക്കത്തിലായിരുന്നു SP അരുണാചലം. ചിലന്തി സോമനെയും ഡാനിയെയും അമ്മണിയെയും അറസ്റ്റ് ചെയ്യാൻ അയാൾ ഉത്തരവിട്ടു. മാത്രമല്ല ഓട്ടോ ഡ്രൈവർ സുരേഷ് പോലീസിൻ്റെ സംരക്ഷണയിൽ ആകണമെന്നും. CI അലക്സ് എബ്രഹാമിനായിരുന്നു സുരേഷിൻ്റെ പ്രൊട്ടക്ഷൻ ചാർജ്. 2 പോലീസുകാരെയും കൂട്ടി അയാൾ കോഴഞ്ചേരി ഹോസ്പിറ്റലിലെത്തി. ഒരു വശം ചെരിഞ്ഞു കിടക്കുകയായിരുന്നു സുരേഷ്. എടാ, CI കെയിൻ കൊണ്ട് അവൻ്റെ പുറത്ത് തട്ടി. സുരേഷ് അനങ്ങിയില്ല. കട്ടിലിനെ വലം വെച്ച് CI അപ്പുറത്തെത്തി. സുരേഷിൻ്റെ മുഖത്തേക്ക് നോക്കിയതും നടുങ്ങിപ്പോയി CI അലക്സ് എബ്രഹാം. സജിമോനെ. അമ്പരപ്പിൽ CI CPO സജിമോനെ വിളിച്ചു. ആ ശബ്ദത്തിൽ പന്തിക്കേട് മണത്ത സജിമോൻ വേഗം കട്ടിലിന് അപ്പുറത്തെത്തി. CIയുടെ വിളിക്കേട്ട് വാർഡിലുണ്ടായിരുന്ന മറ്റു രോഗികളും അവരുടെ ബൈസ്റ്റാൻഡേഴ്സും പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞു. സുരേഷിൻ്റെ മുഖത്തേക്ക് നോക്കിയ സജിമോനിലും ഒരു വിറയലുണ്ടായി. കണ്ണുകൾ അടച്ചു കിടക്കുന്ന സുരേഷിൻ്റെ കരിഞ്ഞ മൂക്കിലൂടെ ചോര ഒലിച്ചിറങ്ങുന്നു.
CA അലക്സ് അബ്രഹാം വേഗം ഡോക്ടറെ വിളിച്ചു വരുത്തി. ഡോക്ടർ സുരേഷിൻ്റെ നാഡി പരിശോധിക്കുന്നതും ആ മുഖം മങ്ങുന്നതും CA കണ്ടു. ഡോക്ടർ, CA വിളിച്ചു. സോറി, ഡോക്ടർ പറഞ്ഞു. ഇയാൾ മരിച്ചു. കാതുകൾ കൊട്ടി അടയ്ക്കപ്പെട്ടതുപോലെ തോന്നി CAയ്ക്ക്. അതിനിടെ അകലെ എവിടെയോ നിന്നെന്നവണ്ണം ഡോക്ടറുടെ ശബ്ദം കേട്ടു. ഇയാൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അരമണിക്കൂർ മുൻപും ഞാനിവിടെ വന്നതാണ്. അലക്സ് അബ്രഹാമിൻ്റെ കണ്ണുകൾ കൂർത്തു. അയാൾ അടുത്ത ബെഡിലെ രോഗികളെ നോക്കി. ഇവിടെ അവസാനം വന്നത് ആരാണെന്ന് കണ്ടോ? അല്പം മുമ്പ് ഒരു സ്ത്രീ ഇവിടെ വന്നിരുന്നു. അവർ അവന് പായസം കൊടുത്തു. ഇന്ന് അവരുടെ ബർത്ത്ഡേ ആണെന്ന് പറയുന്നത് കേട്ടു, ഒരാൾ പറഞ്ഞു. CI ജാഗരൂകനായി. ഏത് സ്ത്രീ? സാധാരണ ഇയാളുടെ അടുത്ത് വരാറുള്ള ആളാണ്. അമ്മിണിയെന്നോ മറ്റോ ആണ് പേര്, അയാൾ ചിന്തയോടെ അറിയിച്ചു. അലക്സ് അബ്രഹാമിന് കാര്യം വ്യക്തമായി. അമ്മിണി സുരേഷിന് കൊടുത്ത പായസത്തിൽ പോയിസൺ ഉണ്ടായിരുന്നു. പക്ഷേ അത് അകത്ത് ചെല്ലുമ്പോൾ ഇവൻ തടയേണ്ടതായിരുന്നല്ലോ. CI വീണ്ടും അടുത്ത കിടക്കിലേക്ക് നോക്കി. പായസം കുടിച്ചു കഴിഞ്ഞ് ഇവൻ എന്തെങ്കിലും പാരവശ്യം കാണിച്ചോ? ഇല്ല സാർ, ഒരു സ്പൂൺ പായസമേ അയാൾ കഴിച്ചുള്ളൂ. അതുതന്നെ ആ സ്ത്രീ സ്പൂണിൽ കോരി കൊടുക്കുകയായിരുന്നു. CIയുടെ തല പെരുത്തു. പൊട്ടാസ്യം സയനൈഡ് പോലുള്ള എന്തോ വിഷമാവണം അമ്മിണി സുരേഷിന് നൽകിയതെന്ന് ഉറപ്പ്. ഉടൻ തന്നെ CI സെൽഫോൺ എടുത്ത് SPക്ക് മെസ്സേജ് നൽകി. അമ്മിണിയെ കസ്റ്റഡിയിലെടുക്കാൻ ഒരു ടീമിനെ ഞാൻ അയച്ചിട്ടുണ്ട് അലക്സേ. പക്ഷേ അത് നോക്കണ്ട. എത്രയും പെട്ടെന്ന് അവളെ പൊക്കിക്കോ. രക്ഷപ്പെടരുത് അവൾ. കിക്ക്. സാർ, എൻ്റെ കൂടെ വനിത പോലീസില്ല. പിങ്ക് പോലീസ് കോഴഞ്ചേരിയിൽ കാണും. SI വിജയെ വിളിക്കേ. സാർ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മിണിയുടെ വീടിന് മുന്നിൽ CIയുടെ ബൊലേറോയും പിങ്ക് പോലീസിൻ്റെ ടൊയോട്ടയും ബ്രേക്കിട്ടു. തിടുക്കത്തിൽ അതിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പോലീസ് സംഘം കണ്ടു. അയൽക്കാരിൽ ചിലർ അമ്മിണിയുടെ മുറ്റത്തു നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഏയ് സ്റ്റോപ്പ്! അലക്സ് അബ്രഹാം ഒച്ചയുയർത്തി. അവരുടെ കാലുകൾ നിശ്ചലമായി. അതിനകം വിജയ അമ്മിണിയുടെ വീട്ടുവാതിലിൽ ശക്തിയിൽ മുട്ടി. നിർമ്മലയും ശാന്തിനിയും വീടിന് പിന്നിലെ വാതിൽക്കിലേക്ക് നീങ്ങി. അവരിവിടെ ഇല്ല സാറേ. 1 മിനിറ്റായി കാണും. ഒരു മാരുതി വാനിൽ കയറിപ്പോയി. CI വിളിച്ചപ്പോൾ തിരിഞ്ഞു നിന്നവരിൽ ഒരാൾ പറഞ്ഞു. അമ്മിണി അപകടം മുൻകൂട്ടി അറിഞ്ഞെന്ന് അലക്സ് അബ്രഹാമിന് ഉറപ്പായി. ആ വാനിൻ്റെ നമ്പർ അറിയാമോ? CI അയൽക്കാരനെ നോക്കി. ഇല്ല സാർ, ഒരു വെളുത്ത വണ്ടിയായിരുന്നു. മാരുതി വാനുകൾ നിരത്തിൽ ഇപ്പോൾ വളരെ കുറവായതിനാൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണെന്ന് അലക്സ് അബ്രഹാമിനെ അറിയാം. അയാൾ വേഗം SPക്ക് മെസ്സേജ് നൽകി. എല്ലാം കണ്ടും കേട്ടു നിന്നിരുന്ന SI വിജയ സൂത്രത്തിൽ ആർക്കോ ഒരു മെസ്സേജ് അയച്ചു. പക്ഷേ കാരംവേലിയിൽ വെച്ച് അമ്മിണി മാരുതി വാനിൽ നിന്ന് ഇറങ്ങി ഒരു വാഗൺ ആർ കാറിൽ കയറി. പകൽ മാഞ്ഞു. വാഗണാർ കാർ മലയാളപ്പുഴ ക്ഷേത്രത്തിന് താഴെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് മണ്ണാറക്കുളത്തി ഭാഗത്തേക്ക് നീങ്ങി. ഏതാണ്ട് 1 കിലോമീറ്ററോളം പിന്നിട്ട് വീണ്ടും ഇടത്തേക്ക്. അതൊരു വലിയ ഇറക്കമായിരുന്നു. കാറിൻ്റെ ഹെഡ്ലൈറ്റുകളിലെ വെളിച്ചം പാതാളത്തിലേക്ക് എന്നവണ്ണം താഴേക്ക് പോയി. അധികം വീടുകളില്ലാത്ത ഭാഗം. പിൻസീറ്റിൽ ഇരുന്നു കൊണ്ട് അമ്മിണി ഹെഡ്ലൈറ്റുകളുടെ വെളിച്ചം തൊട്ടൊഴിയുന്ന ഭാഗത്തേക്ക് നോക്കി. റോഡിന് ഇരുവശത്തും റബ്ബർ മരങ്ങളാണ്. അതിൽ ചിലതിൻ്റെ മുകളറ്റം വരെ പടർന്നു കയറി കിടക്കുന്ന കുരുമുളക് വള്ളികൾ. ഒരു പോലീസും ഇവിടെ വന്ന് തന്നെ കണ്ടുപിടിക്കില്ലെന്ന് അമ്മിണിക്ക് തോന്നി. അല്പം കൂടി താഴെ എത്തിയിട്ട് കാർ നിന്നു. കണ്ണടയും പോലെ ഹെഡ്ലൈറ്റുകൾ അണഞ്ഞു. മങ്ങിയ നാട്ടുവെളിച്ചത്തിൽ മുന്നിൽ ഒരു കെട്ടിടത്തിൻ്റെ നിഴൽ രൂപം കണ്ടു. ഇറങ്ങിക്കോ, പിന്നോട്ട് തിരിഞ്ഞുകൊണ്ട് ഡ്രൈവർ പറഞ്ഞു. അമ്മിണി ഇറങ്ങി. ആ ക്ഷണം കാർ തിരിച്ചുപോയി. ഭൂമിയിൽ ഒറ്റപ്പെട്ടതുപോലെ അമ്മിണി ചുറ്റും നോക്കിക്കൊണ്ടു നിന്നു. അടുത്ത നിമിഷം ഒരു വാതിൽ തുറക്കുന്ന നേർത്ത ശബ്ദം. അമ്മിണി കെട്ടിടത്തിലേക്ക് നോക്കി. ഒന്നിലധികം ആളുകൾ പുറത്തേക്ക് വരുന്നു. അമ്മിണി, ഒരാൾ പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു. സ്വരത്തിൽ നിന്ന് ആ സ്ത്രീ ആളിനെ തിരിച്ചറിഞ്ഞു. ഡാനി. അവർ മുന്നോട്ട് നടന്നു ചെന്നു. ഡാനിക്കൊപ്പം ചിലന്തി സോമനും മറ്റൊരാളും ഉണ്ടായിരുന്നു. വാ, ചിലന്തി സോമൻ വിളിച്ചു. മൂവർക്കും പിന്നാലെ അമ്മിണി കെട്ടിടത്തിനുള്ളിലേക്ക് കയറി. പിന്നിൽ വാതിലടഞ്ഞു. ഒപ്പം അകത്തെ ഒരു മുറിയിൽ ലൈറ്റ് തെളിഞ്ഞു. ഇവിടെ സുരക്ഷിതമാണോ ചിലന്തി? അമ്മിണി ആശ്വാസത്തോടെ അയാളെ നോക്കി. ഒരു കുഞ്ഞു പോലും നമ്മളെ കണ്ടുപിടിക്കത്തില്ല. ചുറ്റിനും 50 ഏക്കർ റബ്ബർ തോട്ടമാണ്. റബ്ബർ ടാപ്പ് ചെയ്യാറുമില്ല. ആരും ഇങ്ങോട്ട് വരത്തുമില്ല. ഇതിൻ്റെ ഉടമസ്ഥൻ വിദേശത്ത് എവിടെയോ കിടന്ന് ചത്തെന്ന ആൾക്കാർ പറയുന്നത്. പെട്ടെന്ന് സൈലൻറ്റ് മോഡിൽ കിടന്നിരുന്ന ഡാനിയുടെ സെൽഫോൺ വിറച്ചു. അയാൾ അതെടുത്ത് നോക്കി. അനിരുദ്ധൻ സാറാ പറഞ്ഞുകൊണ്ട് ഡാനി കാൾ അറ്റൻഡ് ചെയ്തു. അമ്മിണി അങ്ങ് എത്തിയോ ഡാനി? DYSPയുടെ ചോദ്യം. എത്തി സാറേ. ഗുഡ്. നിങ്ങൾക്ക് വേണ്ടതൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ആർക്കും ഫോൺ ചെയ്യരുത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ശരി സാർ. ഡാനി കാൾ മുറിച്ചു. പക്ഷേ ആ സംഭാഷണം സൈബർ സെൽ SI ബിന്ദുലാൽ അപ്പോൾ തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു. അനിരുദ്ധൻ്റെ കോളുകൾ നിരീക്ഷിക്കണമെന്ന് SPയുടെ രഹസ്യ നിർദ്ദേശം ഉണ്ടായിരുന്നു. എന്നാൽ ബിന്ദുലാൽ വിവരം SPയോട് പറയുന്നതിന് പകരം മറ്റാരെയോ ഒരു മെസ്സേജിലൂടെ അറിയിച്ചു. ടവർ ലൊക്കേറ്റ് ചെയ്ത് ഡാനിയും സംഘവും ഉള്ള സ്ഥലവും പറഞ്ഞു കൊടുത്തു. ആ പഴയ കെട്ടിടത്തിൽ വെച്ച് അമ്മിണിയും മറ്റുള്ളവരും ഒന്നിച്ചു ചേർന്ന് ഭക്ഷണം ഉണ്ടാക്കി. മദ്യത്തോടൊപ്പം അത് കഴിച്ചു. അർദ്ധരാത്രിക്ക് ശേഷമാണ് ഉറങ്ങാൻ കിടന്നത്. എപ്പോഴോ അമ്മിണി ഉണർന്ന് മൂക്ക് വിടർത്തി മണം പിടിച്ചു. അമ്മിണിയിലൊരു ഞെട്ടലുണ്ടായി. അവർ പെട്ടെന്ന് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. തൻ്റെ സംശയം ഒന്നുകൂടി ഉറപ്പിച്ചു. പിന്നെ തപ്പിത്തറഞ്ഞ മുറിയിലെ ലൈറ്റിട്ടു. ശേഷം അടുത്ത മുറിയിലേക്ക് കുതിച്ചു. അവിടുത്തെയും ലൈറ്റിട്ടു. നിരത്തിയിട്ട 2 കട്ടിലുകളുമായി 3 പേരും കിടക്കുന്നു. എടാ ഡാനി,
സോമ, അവർ ഇരുവരെയും കുലുക്കി വിളിച്ചു. ഡാനി ഒന്ന് ഞരങ്ങി, പിന്നെ തിരിഞ്ഞു കിടന്നു. ചിലന്തി സോമന് അങ്ങനെ തന്നെ. അമ്മിണിക്ക് ദേഷ്യം വന്നു. ഒറ്റ ചവിട്ട്. അയ്യോ! ഡാനി ഞെട്ടി ഉണർന്ന് ചാടി എഴുന്നേറ്റു. പിന്നെ അമ്മിണിയെ തുറച്ചു നോക്കി. എന്താ? ഡാനിയുടെ നിലവിളി കേട്ട് മറ്റു രണ്ടുപേരും ഉണർന്നിരുന്നു. ഒരു ഗന്ധം വരുന്നില്ലേ? ശ്രദ്ധിച്ചേ. 3 പേര് മൂക്ക് വിടർത്തി. ശരിയാണ്, പെട്രോളിൻ്റെ ഗന്ധം. അയ്യോ, ഇവിടെ ആരാ പെട്രോൾ ഒഴിച്ചത്? ചിലന്തി സോമൻ നിലവിളിച്ചുകൊണ്ട് ചുറ്റും നോക്കി. ഡാനിയും മൂന്നാമനും അടുത്ത മുറികളിലേക്ക് പാഞ്ഞു. പെട്രോളിൻ്റെ ഗന്ധം രൂക്ഷമാവുകയാണ്. ഒന്നാമത് പഴയ വീട്. മാത്രമല്ല അതിൻ്റെ ഭൂരിഭാഗവും തടി കൊണ്ട് നിർമ്മിച്ചതുമാണ്. 4 പേർക്കും അപകടം ബോധ്യമായി. ഡാനി, രക്ഷപ്പെടണം! അമ്മിണി അലറി. 4 പേരും പുറത്തേക്കുള്ള വാതിലിലേക്ക് പാഞ്ഞു. പഴയ മോഡൽ സാക്ഷിയാണ്. ലൈറ്റ് തെളിച്ചിട്ട് ചിലന്തി സോമൻ സാക്ഷ വലിച്ചു നീക്കി. ശേഷം വാതിൽ പാളിയിൽ പിടിച്ചു. എന്നാൽ വാതിൽ തുറക്കപ്പെട്ടില്ല. ഇതാരോ പുറത്തുനിന്ന് ലോക്കിട്ടു. അയാളുടെ അലർച്ച മുറിയുടെ ഭിത്തികളിൽ തല്ലി അലച്ചു. അമ്മിണി വെട്ടിത്തിരിഞ്ഞു. സമയം കളയാതെ വാടാ, അടുക്കള വാതിലെ വഴി രക്ഷപ്പെടണം. 4 പേരും അങ്ങോട്ടോടി. എന്നാൽ ആ വാതിലും തുറക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ചതിവായിപ്പോയല്ലോ ഈശ്വര! വെട്ടിപ്പൊളിക്കട വാതിലെ! എല്ലാവരും ചേർന്ന് മുറിയാകെ തിരഞ്ഞു. ആകെ അവിടെയുണ്ടായിരുന്നത് ഒരു ചെറിയ കരിക്കത്തി മാത്രം. ഒരിടത്തും വെട്ടുകത്തിയോ അതല്ലെങ്കിൽ പണിയായുധങ്ങൾ പോലുമില്ല. പുറത്ത് കരിയില ഞെരിയുന്ന ഒച്ച. വീടിന് ചുറ്റും ആരോ ഉണ്ടെന്ന് ഉറപ്പ്. ആരാടാ അവിടെ? മര്യാദയ്ക്ക് വാതിൽ തുറക്കടാ! അമ്മിണി ഗർജിച്ചു. അതിൻ്റെ മറുപടി എന്നവണ്ണം തലയ്ക്ക് മുകളിൽ ഒരു ശബ്ദം കേട്ടു. 4 പേരും ഞെട്ടിപ്പിടഞ്ഞ് അവിടേക്ക് നോക്കി. മാറിക്കോ! ഡാനി അമ്മിണിയെ തള്ളി മാറ്റി. തൽക്ഷണം 2 ഓടുകൾ തകർന്ന് അവർക്ക് മുന്നിൽ വീണു. ഒപ്പം മറ്റൊന്നുകൂടി അവിടെ വീണു. 5 ലിറ്ററിൻ്റെ ഒരു കന്നാസ്. അതിൻ്റെ തുറന്ന അടപ്പിൻ്റെ ഭാഗത്തു നിന്ന് പെട്രോൾ ചുറ്റും ചിതറി വീണു. പാമ്പ് കൊത്തിയതുപോലെ 4 പേരും പിന്നോട്ട് ചാടി. പൊടുന്നനെ ഓടിൻ്റെ വിടവിലൂടെ ഒരു വെളിച്ചം കണ്ടു. അത് മുൻഭാഗത്തെ വാതിൽക്കലായിരുന്നു. അവിടെ നിന്ന് ഇരുവശത്തേക്കും ആ വെളിച്ചം ഓടിപ്പോയി. പിൻഭാഗത്ത് അത് കൂടിച്ചേർന്ന് കൂടുതൽ തെളിഞ്ഞു. തീ! വീടിന് ചുറ്റും പ്രഭാപൂരമായി. തടിഭിത്തികളുടെ തീ അതിവേഗം മുകളിലേക്ക് പാഞ്ഞു കയറി. അമ്മിണി അടക്കമുള്ളവർ പരിഭ്രാന്തരായി ഓരോ മുറിയിലൂടെയും ഓടി നടന്നു. പെട്ടെന്ന് മേച്ചിലെ ഓടുകൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. അവയുടെ ചീളുകൾ വെടിയുണ്ട വേഗത്തിൽ 4 പാടും ചിതറി വീണു. അമ്മിണിയും സംഘവും രക്ഷയ്ക്കായി മുറവിളി കൂട്ടി. പക്ഷേ ആ തണുത്ത രാത്രിയിൽ അത് കേൾക്കുവാൻ പരിസരത്തെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസം 10 മണി കഴിഞ്ഞിട്ടാണ് വീട് കത്തി ചാമ്പലായ വിവരം പുറം ലോകം അറിയുന്നത്. ആടിനെ മേയ്ക്കാൻ റബ്ബർ തോട്ടത്തിലെത്തിയ 2 സ്ത്രീകളാണ് ആദ്യം ദൃശ്യം കാണുന്നത്. ആ ഭാഗത്തെ റബ്ബർ മരത്തിൻ്റെ ഇലകൾ കത്തിക്കരിഞ്ഞതിനാൽ പ്രേതങ്ങൾ കണക്കെ നിൽക്കുന്ന റബ്ബർ ശിഖരങ്ങളാണ് അവർ ആദ്യം ശ്രദ്ധിച്ചത്. അതിനുശേഷമേ താഴെയുണ്ടായിരുന്ന വീടിൻ്റെ ഭാഗത്തെ ചാരക്കൂനയും അതിൽ നിന്ന് അപ്പോഴും ഉയരുന്ന പുകയും കണ്ടുള്ളൂ. മാത്രമല്ല മാംസം കരിയുന്നത് പോലെ ഒരു ഗന്ധവും. ആ സ്ത്രീകൾ വിവരം നൽകിയതിനനുസരിച്ച് ജനങ്ങൾ അവിടേക്ക് പാഞ്ഞെത്തി. വല്ല കള്ളവാറ്റുകാരും പുരക്കുള്ളിൽ വെച്ച് ചാരയും വാറ്റി കാണും. അങ്ങനെയാവും തീ പിടിച്ചത്. ജനത്തിൻ്റെ കണക്കുകൂട്ടൽ അതായിരുന്നു. ഇതിനിടെ ആരോ പോലീസിൽ വിവരം അറിയിച്ചു. മലയാലപ്പുഴ സ്റ്റേഷനിൽ നിന്ന് SIയും സംഘവും പാഞ്ഞെത്തി. അവിടെ തങ്ങി നിന്നിരുന്ന ഗന്ധം മാംസത്തിൻ്റെതാണെന്ന് അവർക്ക് ഉറപ്പായി. അതോടെ വീടിനുള്ളിൽ ആരോ കത്തിക്കരിഞ്ഞെന്നും തീർച്ചയാക്കിയ SI SP ഓഫീസിലേക്ക് മെസ്സേജ് നൽകി. 1 മണിക്കൂറിനുള്ളിൽ SP അരുണാചലവും RDOയും അടക്കം വൻ പോലീസ് സംഘവും സ്ഥലത്തെത്തി. തൊട്ടു പിന്നാലെയാണ് ഫയർ വാഗണുകളും. പക്ഷേ ഫയർ വാഗണുകൾ അവിടേക്ക് ഇറങ്ങി വരില്ലായിരുന്നു. നീണ്ട ഹോസുകൾ പരസ്പരം ബന്ധിപ്പിച്ച് അവർ വെള്ളം താഴെ എത്തിച്ചു. അപ്പോൾ ആ വീടിന് തീയിട്ട ആൾ തൻ്റെ മുറിക്കുള്ളിലിരുന്ന് പിനാക്കിൽ വോഡ്ക ആസ്വദിച്ച് കുടിക്കുകയായിരുന്നു. ആദ്യ ഗ്ലാസ് മദ്യം വലിച്ചു കുടിച്ചിട്ട് അയാൾ ഒരു പിടി ചെമ്മീൻ വറുത്തത് വാരി വായിലിട്ട് ചവച്ചു. പിന്നെ ഒരു സിഗരറ്റ് ചുണ്ടുകൾക്കിടയിൽ വെച്ച് തീ പിടിപ്പിച്ചു. തൊട്ടടുത്ത സെറ്റിയുടെ ഹാൻഡ് റെസ്റ്റിലേക്ക് കാലുകൾ ഉയർത്തിവെച്ച് വിറപ്പിച്ചുകൊണ്ട് അയാൾ 2-3 കവിൾ പുക വലിച്ചെടുത്തു. താനാണ് അങ്ങനെ ചെയ്തതെന്ന് ഒരു കുഞ്ഞു പോലും മനസ്സിലാക്കില്ല. അത് അയാൾക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ SP അരുണാചലവും സംഘവും മലയാലപ്പുഴയിലെ കത്തിക്കരിഞ്ഞ വീടിനുള്ളിൽ നിന്ന് എരിഞ്ഞമർന്നതിൻ്റെ ബാക്കി ശവശരീരങ്ങൾ കണ്ടെടുക്കുകയായിരുന്നു. 3 മുറികളിലായിട്ടാണ് 4 ശവശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടത്. അതിൽ ഒരു തലയോട്ടിയിലെ പല്ലുകൾ തള്ളി നിൽക്കുന്നത് കണ്ടപ്പോൾ അതൊരു സ്ത്രീയുടേതാണെന്ന് അരുണാചലത്തിന് തോന്നി. വീടിന് തീ പിടിച്ചപ്പോൾ പരിഭ്രാന്തിയിലായി 4 പേരും ഓടിയതാകാമെന്നും അയാൾ അനുമാനിച്ചു. വളരെ സൂക്ഷ്മതയോടെ FIR തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മീഡിയക്കാർ എത്തിത്തുടങ്ങി. 2 ദിവസങ്ങൾ കഴിഞ്ഞു. പത്തനംതിട്ടയിലെ സമീപ പ്രദേശങ്ങളിലോ മാൻ മിസ്സിംഗ് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടില്ല. അതിനർത്ഥം SP അരുണാചലൻ തൻ്റെ ഓഫീസിലിരുന്ന് തല പുകച്ചു. അപ്പോഴാണ് CI അലക്സ് അബ്രഹാം കയറി വന്ന് സല്യൂട്ട് ചെയ്തത്. സാർ! SP മുഖമുയർത്തി. മരിച്ചവരെ അന്വേഷിച്ച് ആരും ഇതുവരെ വന്നില്ല അല്ലേ അലക്സേ? സാർ, ഇല്ല. SP ഒന്ന് അമർത്തി മൂളി. അയാൾക്ക് സംശയമായി. 3 പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് വെന്തു മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. പൊടുന്നനെ അയാളുടെ കണ്ണുകൾ തിളങ്ങി. അലക്സേ! സാർ! ടേക്ക് യുവർ സീറ്റ്. അരുണാചലൻ തനിക്കെതിരെ കിടന്ന കസേരയിലേക്ക് കൈ ചൂണ്ടി. താങ്ക് യു സാർ. അലക്സ് അബ്രഹാം ഇരുന്നു.
ആനന്ദരാജിൻ്റെയും പ്രസീതയുടെയും കൊലയാളികൾ 3 പുരുഷന്മാരും ഒരു സ്ത്രീയുമല്ലേ? യെസ് സർ. സിഐക്ക് ഉദ്വേഗമായി. സാർ പറഞ്ഞു വരുന്നത് അവരാണ്? അലക്സ് പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല എസ് പി. അതെ, ഒളിവിൽ പോയിരിക്കുന്ന അവരെ ഏതായാലും വീട്ടുകാർ അന്വേഷിക്കാനിടയില്ല. എവിടെയോ അവർ സുരക്ഷിതരാണെന്നേ കരുതൂ. അതുകൊണ്ടാണ് ഡെഡ് ബോഡികൾ അന്വേഷിച്ച് ആരും വരാത്തതെങ്കിലോ? ശരിയാണ് സാർ. സിഐ സമ്മതിച്ചു. അന്വേഷിക്കണം അലക്സേ, ഒന്നും വിട്ടുപോകാതെ. തൻ്റെ സംശയങ്ങളും നിഗമനങ്ങളും അതെന്തായാലും ഓരോ ദിവസവും വൈകിട്ട് എന്നെ അറിയിക്കണം. അവരുടെ വീട്ടുകാരെ വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യണം. എവിടെ നിന്നെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കില്ല. സർ. അലക്സ് അബ്രഹാം എഴുന്നേറ്റ് അറ്റൻഷനായി. പിന്നെ വേഗത്തിൽ പുറത്തേക്ക് പോയി. എസ് പി അരുണാചലം പെട്ടെന്ന് മരിച്ചുപോയ ഓട്ടോ ഡ്രൈവർ സുരേഷിനെ ക്വസ്റ്റ്യൻ ചെയ്തത് ഓർത്തു. കോഴഞ്ചേരി ഹോസ്പിറ്റലിൽ വെച്ച് ആദ്യമൊന്നും തൻ്റെ മുന്നിൽ ഒന്നും തുറന്നു പറഞ്ഞില്ലെങ്കിലും അവനെ രക്ഷിക്കാമെന്ന് താൻ തുറന്നു പറഞ്ഞപ്പോൾ കുറേ സത്യങ്ങൾ അവൻ്റെ നാവിൻ തുമ്പിൽ നിന്ന് അടർന്നിരുന്നു. ഒരു സ്ത്രീ അടക്കം 6 പേരുടെ സംഘമാണ് അവനെ തട്ടിക്കൊണ്ടുപോയതും വേദ്യം ചെയ്ത് സത്യങ്ങളുടെ വീഡിയോ എടുത്തതും. അവരുടെ രീതി അനുസരിച്ച് ഒരു സമാന്തര പോലീസാകുകയാണ് ലക്ഷ്യമെന്നും തോന്നുന്നു. കോടതിയും വിചാരണയും ശിക്ഷയും അവർ തന്നെ നടപ്പാക്കുന്നു. ചിലന്തി സോമനെയും ഡാനിയെയും അമ്മണിയെയും മറ്റും തരത്തിന് ഒത്തുകിട്ടിയപ്പോൾ ആ 6 അംഗ സംഘം കൊന്നു കളഞ്ഞതാണെങ്കിലോ? അതിനാണ് സാധ്യത എന്ന് തോന്നി അരുണാചലത്തിന്. ഇനി അതല്ല, ആരുടെ മുന്നിലും കൊലയാളികൾ വാതുറക്കാതിരിക്കാൻ മറ്റാരെങ്കിലും ചെയ്തതോ ചെയ്യിച്ചതോ ആവാം. എസ് പിയുടെ മനസ്സിൽ ഒരു മുഖം തെളിഞ്ഞു. DYSP അനിരുദ്ധൻ. കൊലയാളികളെങ്ങാനും കുറ്റം ഏറ്റുപറഞ്ഞാൽ അതോടെ അനിരുദ്ധൻ എന്നേക്കുമായി കുരുങ്ങും എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ നിലയ്ക്ക് അവർ വാതുറക്കാതെ നോക്കേണ്ടത് അനിരുദ്ധൻ്റെ ആവശ്യമാണ്. അരുണാചലത്തിന് ഉത്സാഹമായി. അനിരുദ്ധൻ്റെ ഓരോ നീക്കവും ശ്രദ്ധിക്കാൻ ആ നിമിഷം തന്നെ SP ഏർപ്പാടാക്കി. സമയം രാത്രി 8 മണി. മുൻ ആഭ്യന്തരമന്ത്രി രാജസേനൻ്റെ വീട്. തൻ്റെ മുറിയിലെ LCD TV-യിൽ ഒരു ഇംഗ്ലീഷ് സിനിമ കാണുകയായിരുന്നു രാഹുൽ. പെട്ടെന്ന് വാതിലിൽ ആരോ തട്ടി. യെസ്. TV-യിൽ നിന്ന് തല തിരിക്കാതെ രാഹുൽ പറഞ്ഞു. രാജസേനൻ അകത്തേക്ക് കയറി വന്നു. അച്ഛനെ ഒന്ന് നോക്കിയിട്ട് അവൻ വീണ്ടും TV-യിലേക്ക് ദൃഷ്ടി മാറ്റി. രാജസേനൻ ഒരു കസേരയിലിരുന്നു. എന്താ? രാഹുൽ TV-യുടെ വോളിയം കുറച്ചിട്ട് തിരക്കി. അല്പനേരത്തേക്കൊന്നും മിണ്ടിയില്ല രാജസേനൻ. പിന്നെ തിരക്കി. നീ ഇന്നലെ രാത്രിയിൽ എവിടെയായിരുന്നു? എന്താ കാര്യം? ഞാനും സുഹൃത്തുക്കളും കൂടി ഒരിടം വരെ പോയ സ്ഥലത്തിൻ്റെ പേര് മലയാളപ്പുഴ എന്നായിരുന്നോ? രാഹുലിൻ്റെ പെട്ടെന്നുണ്ടായ പതർച്ച രാജസേനൻ കണ്ടറിഞ്ഞു. വെറുതെ കള്ളം പറയാൻ വേണ്ടി നാവനക്കണ്ട രാഹുലെ. ഒക്കെ എനിക്കറിയാം. രാഹുലിൻ്റെ കണ്ണുകൾ കൂർത്തു. നിങ്ങൾ പോലീസ് മന്ത്രിയായിരുന്നോ അതോ പോലീസ് ഉദ്യോഗസ്ഥനോ? നിന്നെപ്പോലെ ഒരുവൻ്റെ മനസ്സിലിരിക്കുന്ന സത്യം കണ്ടെത്താൻ പോലീസിന് കൂടുതൽ പ്രയാസപ്പെടേണ്ടി വരില്ല. ഒന്ന് നിർത്തിയിട്ട് മുൻമന്ത്രി തുടർന്ന് തിരക്കി. അവരെ മലയാളപ്പുഴയിലെ ആ വീട്ടിൽ താമസിപ്പിച്ചത് ഞാനാ. ആ രഹസ്യം നിനക്ക് അറിയുകയും ചെയ്യുമായിരുന്നു. രാഹുലിൻ്റെ മുഖം ചുവന്നു. എന്നുവെച്ചാൽ ഞാനാണ് അവരെ ചുട്ടുകൊന്നതെന്ന് അല്ലേ? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ ബുദ്ധിയുള്ള ആർക്കും അങ്ങനെ സംശയിക്കാവുന്നതേയുള്ളൂ. രാഹുൽ TV ഓഫ് ചെയ്ത് എഴുന്നേറ്റു. എങ്കിൽ പോലീസിനെ വിളിച്ച് പറ ചെയ്തത് ഞാനാണെന്ന്. അച്ഛൻ സംശയിക്കേണ്ട. ആ തീപിടുത്തത്തിന് പിന്നിൽ ഞാനായിരുന്നു. അങ്ങനെ സംശയിച്ചിരുന്നതാണെങ്കിലും മകൻ മുഖത്തു നോക്കി സമ്മതിച്ചപ്പോൾ അയാളൊന്ന് പതറി. രാഹുൽ തുടർന്നു. എന്നും ഭീഷണിയും ബ്ലാക്ക് മെയിലിങ്ങുമായി ആ സംഘം ഒരിക്കലും പിന്നാലെ വരരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എല്ലാത്തിനെയും ഒന്നിച്ചു കരിച്ചത്. വരും കാലത്ത് പോലും ഒരു ഭീഷണി എനിക്കുണ്ടാവാൻ പാടില്ല. അത് ഞാൻ സമ്മതിക്കത്തുമില്ല. രാഹുൽ എഴുന്നേറ്റ് ആ മുറിയിലുണ്ടായിരുന്ന ഫ്രിഡ്ജ് തുറന്ന് നന്നായി തണുത്ത ഒരു ബിയർ എടുത്തു. അതിൻ്റെ അടപ്പ് കടിച്ചു തുറന്നിട്ട് രാജസേനൻ്റെ മുന്നിൽ വെച്ചു. കുടിച്ചോ, ഉള്ളൊന്ന് തണുക്കട്ടെ. ഏതായാലും എപ്പോഴെങ്കിലും നമുക്കൊരു ഭീഷണി അയക്കുന്ന സംഘത്തെയാണ് ഞാൻ തീർത്തു കളഞ്ഞത്. അച്ഛൻ്റെ രാഷ്ട്രീയ ഭാവിക്കും അതുതന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അതൊക്കെ ശരിയാണ്. പക്ഷേ എങ്ങാനും ആരെങ്കിലും ഈ വിവരം അറിഞ്ഞാൽ? അറിയില്ല. രാഹുലിൻ്റെ ശബ്ദം കനത്തു. കാരണം ചെയ്തത് ഞാനാണ്. വിറ്റ്നസ്സോ എവിഡൻസോ ഒന്നുമില്ല. മകൻ്റെ മുഖത്തേക്ക് തുറച്ചു നോക്കി ഒരു നിമിഷം നിന്നു രാജസേനൻ. പിന്നെ ഇറങ്ങിപ്പോയി. ഡ്യൂട്ടി കഴിഞ്ഞെത്തിയ SI വിജയ കുളിച്ച് വേഷം മാറി തൻ്റെ മുറിയിൽ ലാപ്ടോപ്പിൽ എന്തോ പരത്തുകയായിരുന്നു. അടുത്ത നിമിഷം ഫോൺ ശബ്ദിച്ചു. അതെടുത്ത് നോക്കിയ അവൾ പെട്ടെന്ന് മുറിയിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു. പിന്നെ ഫോൺ കാതിലമർത്തി. പറഞ്ഞോ? അപ്പുറത്തുനിന്ന് ശബ്ദം കേട്ടു. ആനന്ദരാജിൻ്റെ കൊലയാളികളെ തേടിപ്പിടിച്ച് ശിക്ഷിക്കാൻ ഇനി നമ്മൾ രംഗത്തിറങ്ങണ്ട. അതെന്താ? വിജയ്ക്ക് ജിജ്ഞാസയായി. അവർ ഇനിയില്ല. മലയാളപ്പുഴയിൽ വെന്തു മരിച്ചത് അവരായിരുന്നു. വിജയ അമ്പരന്നു. അപ്പോൾ അത് ചെയ്തതാരാ? രാഹുൽ. മറുപടി കേട്ട് ഞെട്ടിപ്പോയി വിജയ. ഒരു നിമിഷം സെൽഫോണിലേക്ക് തുറച്ചു നോക്കിയിരുന്നു SI വിജയ. ശേഷം സ്വരം താഴ്ത്തി വീണ്ടും തിരക്കി. ആർ യു ഷുവർ? യെസ്. സൈബർ സെല്ലിലെ നമ്മുടെ ബിന്ദുലാൽ SI ആണ് എന്നോട് വിവരം പറഞ്ഞത്. അവൻ ട്രേസ് ചെയ്തിരുന്ന രാഹുലിൻ്റെ ഫോൺ കാളുകളിൽ നിന്ന് ലഭിച്ച വിവരമാണ്. വിജയ തല കുടഞ്ഞു. അവരെ തീർക്കേണ്ടത് നമ്മളായിരുന്നു. ഇതുപോലെ ഒരിക്കലും അവർ വെന്തു മരിക്കാൻ പാടില്ലായിരുന്നു. ഓരോ രോമകൂപത്തിലൂടെയും ചോര പൊടിയണമായിരുന്നു. ഓരോ സെല്ലിലും വേദന നിറയണമായിരുന്നു. ലീവ് ഇറ്റ് വിജയ. അപ്പുറത്തു നിന്ന് സാന്ത്വനം പോലെയുള്ള സ്വരം കേട്ടു.
ഇനിയും വരും അവസരങ്ങൾ. ഇത് കേരളമല്ലേ? ഇവരെക്കാൾ കൊടിയ കുറ്റവാളികൾ വാഴുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട്. വിജയ അമർത്തിയൊന്ന് മൂളി. പിന്നെ കാൾ മുറിച്ചു. അടുത്ത ദിവസം അന്ന് വിജയയുടെ സഹോദരൻ പ്രസിഡന്റായുള്ള മല്ലപ്പുഴശ്ശേരി പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കപ്പെടുന്ന ദിവസമായിരുന്നു. എല്ലാത്തിനും പിന്നിൽ മുൻ ആഭ്യന്തരമന്ത്രി രാജസേനനാണെന്ന് അനൂപിനെ അറിയാമായിരുന്നു. ഒപ്പം തൻ്റെ കൂടെ നിൽക്കുന്നവർ പ്രതിപക്ഷത്തേക്ക് ചാടുമെന്നും. ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് തേൻമുറിയിൽ എല്ലാവരും ഒത്തുകൂടി. വാസുദേവൻ മകനോട് കാര്യം തിരക്കി. അവൻ ഒന്ന് ചിരിച്ചു. തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് പോകട്ടെ അച്ഛാ, അനൂപ് പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ അധികമായില്ലെങ്കിലും രാഷ്ട്രീയക്കാരൻ്റെ നാറിപ്പുഴുത്ത കുപ്പായത്തോട് എനിക്കിപ്പോൾ അറപ്പാണ്. വാസുദേവൻ്റെ മുഖം തെളിഞ്ഞു. നന്നായിടാ, ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി നീ ഓരോരുത്തരെ സഹായിച്ചല്ലോ. ഒക്കെ നന്ദിയില്ലാത്ത വർഗ്ഗങ്ങളാടാ. സത്യസന്ധന്മാർക്ക് ഒരിക്കലും പറ്റുന്ന പണിയല്ല രാഷ്ട്രീയം. വിജയ ഒന്നും പറയാതെ അച്ഛനെയും ഏട്ടനെയും നോക്കി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. വാസുദേവൻ തുടർന്നു. ഇന്ത്യയിൽ മൊത്തം 6 ലക്ഷത്തിൽ അധികം പേരാണ് രാഷ്ട്രീയം ഉപജീവനം ആക്കിയിരിക്കുന്നത് എന്നാണ് ഔദ്യോഗിക കണക്ക്. ശരിക്കുള്ളത് അതിൽ എത്രയോ ഇരട്ടി വരും. വിയർക്കാതെയും ശരീരം അനങ്ങാതെയും മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കാൻ കഴിയുന്ന ഏക മാർഗം. ഏതായാലും നീ അത് വിടുന്നതിൽ അച്ഛന് അഭിമാനമുണ്ട്. അതുവരെ മിണ്ടാതെ ഇരിക്കുകയായിരുന്ന വാസുദേവൻ്റെ ഇളയ മകൻ സത്യൻ പെട്ടെന്ന് പറഞ്ഞു. ഏട്ടൻ രാഷ്ട്രീയം വിട്ടാലും ഞാൻ പിന്മാറില്ല കേട്ടോ. അടുത്ത കോളേജ് ഇലക്ഷനിൽ ചെയർമാൻ സ്ഥാനാർത്ഥി ഞാനാ. നിന്നെയും അതിനു മുൻപ് അവന്മാർ ഒതുക്കുമടാ, അനൂപ് അറിയിച്ചു. ദേ, കരുനാക്ക് വളച്ചൊന്നും പറഞ്ഞേക്കല്ലേ. സത്യന് ശുണ്ഠിയായി. അത് കേട്ടുകൊണ്ടാണ് മാലിനി ചായയുമായി അവിടേക്ക് വന്നത്. നിങ്ങളെല്ലാവരും കൂടി അവനെ കളിയാക്കാതെ പെമ്പിളർക്കിടയിൽ ഇവനൊന്ന് ഷൈൻ ചെയ്തോട്ടേന്നേ. അത് കേട്ടപ്പോൾ സത്യന് സന്തോഷമായി. ഡിഗ്രി ഫസ്റ്റ് ഇയേഴ്സിന് നാളെ ക്ലാസ് തുടങ്ങുകയാ. ഞാൻ ശരിക്കും ഷൈൻ ചെയ്യും അമ്മേ. അവൻ എഴുന്നേറ്റ് കൈ കഴുകി മുറി വിട്ടു. അവൻ ജയിക്കും. കോളേജിൽ എല്ലാവർക്കും നല്ല മതിപ്പ് അവനോട്, എനിക്കറിയാം. വിജയ എല്ലാവരെയും ഒന്ന് നോക്കി. അത് തന്നെയാണ് പ്രശ്നം. എൻ്റെ അനുജനെ തോൽപ്പിക്കാൻ എൻ്റെ പാർട്ടിക്കാർ തന്നെ ശ്രമിക്കും. അനൂപ് പതുക്കെയാണ് പറഞ്ഞത്. അന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു പഞ്ചായത്ത് ഓഫീസിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത്. പ്രതീക്ഷിച്ചതുപോലെ അനൂപിൻ്റെ ഒപ്പം നിന്നവർ എതിർപക്ഷക്കാരുടെ കൂടെ. അനൂപിന് പ്രസിഡന്റ് സ്ഥാനം പോയി. സമയം വൈകിട്ട് 5 മണി. SP അരുണാചലത്തിൻ്റെ ക്യാബിനിലേക്ക് സൈബർ സെൽ SI ബിന്ദുലാൽ കടന്നു ചെന്നു സല്യൂട്ട് ചെയ്തു. പിന്നെ ഒരു പെൻഡ്രൈവ് കൈമാറി. അത് കമ്പ്യൂട്ടറിൽ പ്ലേ ചെയ്ത് ഹെഡ്സെറ്റ് വെച്ച് SP ആ ഫോൺ സംഭാഷണം കേട്ടു. അയാളുടെ മുഖത്ത് പലവിധ ഭാവങ്ങൾ മിന്നി. ചാടി എഴുന്നേറ്റ അരുണാചലം കൊടുങ്കാറ്റ് പോലെ പുറത്തേക്ക്. കഥ തുടരും.